ഏറെ പ്രസക്തമായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സന്യാസിമാർ പോലും ധർമ്മപ്രചാരണത്തിന് തെരുവിലിറങ്ങേണ്ട സ്ഥിതിവിശേഷം ആണ്. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചതും. സന്യാസിമാരെല്ലാം കേരളത്തിലുടനീളം സഞ്ചരിച്ച് ധർമ്മ പ്രചാരണം നടത്തി. തീർച്ചയായിട്ടും അതിനൊരു ഇഫക്റ്റുണ്ട്. കുറേയേറെ ആളുകൾ ഒരു ഉണർവ് സൃഷ്ടിക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സനാതനധർമ്മം എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ്. എവിടെ ക്ഷേത്രങ്ങളിലായാലും കൺവെൻഷനുകളിലായാലും ഒക്കെ സനാതനധർമ്മം സനാതനധർമ്മം എന്നിങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നു. ഈ ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് സനാതനധർമ്മം എന്ന് ഒരാൾ ഡയറക്റ്റ് പെട്ടെന്ന് കയറി ഒരാളോട് ചോദിച്ചാൽ കൃത്യമായൊരു മറുപടി നമുക്ക് പെട്ടെന്ന് പറയാൻ തന്നെ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് ആദ്യം സനാതനധർമ്മത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറഞ്ഞതിന് ശേഷം ഇന്നത്തെ ചാർത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ അവതാരമൂർത്തിയെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതുന്നു. ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ആരോ പുറകിൽ നിന്ന് പറയുന്നത് കേട്ടു, ധാരയതീതി ധർമ്മ. അത് തന്നെയാണ് ശരി. അത് ഞാൻ കേട്ടു. ധർമ്മം പാലിക്കപ്പെടേണ്ടതാണ്. ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. കർമ്മവും ധർമ്മവും തമ്മിൽ ചില ബന്ധങ്ങളുണ്ടെങ്കിലും ഇത് രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ധർമ്മം വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ, ഭാരതീയ സംസ്കാരമനുസരിച്ച്, നമ്മുടെ പാരമ്പര്യമനുസരിച്ച് ഒരു വീട്, അച്ഛൻ, അമ്മ, മക്കൾ, ഇതാണ് കുടുംബം. അച്ഛനൊരു ധർമ്മമുണ്ട്. ആ കുടുംബത്തെ കൃത്യമായി പരിപാലിക്കണം. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം മുതൽ വസ്ത്രം, അവർക്ക് പാർപ്പിടം, ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാക്കി കൊടുത്ത് അവരോടൊപ്പം ജീവിക്കേണ്ട ധർമ്മം ഒരു പിതാവിനുണ്ട്, ഒരു കുടുംബനാഥനുണ്ട്. ഇത് നമ്മുടെ സംസ്കാരമാണ്. 3 വയസ്സാകുമ്പോഴേ തോക്കെടുത്ത് പിതാവിൻ്റെ നേരെ ചൂണ്ടുന്ന സംസ്കാരം നമുക്കില്ല. പക്ഷെ ഇന്നതിവിടെയും വളർന്നു വരുന്നു. അപ്പം പിതാവ് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോഴാണ് പിതൃധർമ്മം നിറവേറ്റപ്പെടുന്നത്. മാതാവിനൊരു ധർമ്മമുണ്ട്. വീടിനെ പരിപാലിക്കാനും മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും സാംസ്കാരികമായി വളർത്താനും സംസ്കാരം പഠിപ്പിച്ച് വളർത്താനും അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കാനും ഒക്കെയുള്ള ധർമ്മം മാതാവിലാണ് അർപ്പിതമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവിന് മുമ്പേ മാതാവിനെയും അത് കഴിഞ്ഞിട്ട് മാത്രം പിതാവിനെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നത് മാതാപിതാ ഗുരു ദൈവം. അതുപോലെ മക്കൾക്കൊരു ധർമ്മമുണ്ട്. മക്കളെ ഷുഗർ കുറഞ്ഞതുപോലൊരു തോന്നല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാ വന്നേ. പുത്രധർമ്മം വൈകിട്ട് ടി വി വെച്ചാൽ രാവിലെ പത്രം വായിച്ചാൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും വായിക്കുന്നതുമായിട്ടുള്ള പുത്രധർമ്മങ്ങളുണ്ട് ഇപ്പോൾ.
മകൻ അച്ഛനെ കുത്തിക്കൊന്നു. പുത്രധർമ്മമാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത്. അച്ഛൻ മകളെ അടിച്ചു കൊന്നു. ഈ രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്. ഇവിടെ ധർമ്മം പാലിക്കപ്പെടുന്നില്ല, വികലമാകുന്നു, നശിക്കുന്നു, ച്യുതി സംഭവിക്കുന്നു. പക്ഷേ ഈ ധർമ്മത്തിന് മാത്രം, സനാതന ധർമ്മത്തിന് ഒരിക്കലും ഒരു അന്ത്യമില്ല. അതിന്റെ പേര് തന്നെ അതാണ്. ഒരിക്കലും നശിക്കാത്ത ധർമ്മം, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സംസ്കാരം. ഇതിനെ തകർക്കാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഈ രാഷ്ട്രത്തെയും ഈ രാഷ്ട്രത്തിന്റെ ഇന്റഗ്രിറ്റിയെയും അഖണ്ഡതയും നശിപ്പിക്കാനായി ഇൻവേഷൻസ് നടത്തിയ കാലഘട്ടങ്ങളിലൊക്കെ ഈ രാജ്യത്തെ കീഴടക്കി ഭരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ബ്രിട്ടീഷുകാരായാലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കീഴടക്കി ഇൻവേഷൻ നടത്തിയ മുഗൾ രാജാക്കന്മാരായാലും ഒക്കെ പരിശ്രമിച്ചത് ഇതിന്റെ ഇന്റഗ്രിറ്റി തകർക്കാനാണ്, ഇതിന്റെ അഖണ്ഡത, ഇതിന്റെ യൂണിറ്റി. കാരണം ഇത് പല ഭാഗങ്ങളിലായി ചിഹ്നിച്ച് തെറിക്കിടുന്നിരുന്നെങ്കിലും ഒരുപാട് ജാതികൾ, ഒരുപാട് ഭാഷകൾ, ഇതുകൊണ്ട് ഇങ്ങനെ വ്യാപകമായി കിടക്കുന്ന ഒരു രാഷ്ട്രം. ഭാഷകൾ എത്രയോ, 3000-ഓളം ഭാഷകൾ, ഏതാണ്ട് അതിനടുപ്പിച്ചുള്ള ജാതികൾ, ഇതൊക്കെയുള്ള ഈ രാഷ്ട്രം ഇത്രയും വൈവിധ്യങ്ങളിൽ ഇതെങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നു, ഇത് എങ്ങനെ ശക്തി പ്രാപിക്കുന്നു, ഇത് ലോകത്തിന് അത്ഭുതമാണ് എന്നും ഇന്നും. ഇതാണ് ഈ ധർമ്മത്തിന്റെ ബന്ധം. എന്താണ് ഈ ധർമ്മം പറയുന്നത്? നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഭാരതീയ ധർമ്മത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സംസ്കാരം എന്താണ്? ഏറ്റവും ആദ്യം പറയുന്നു, സകലത്തിലും ഈശ്വരനുണ്ട്, എന്നിലും നിന്നിലും തൂണിലും തുരുമ്പിലും സകലത്തിലും ഈശ്വരനുണ്ട്, സൃഷ്ടാവുണ്ട്. ഇത് സെമിറ്റിക് മതങ്ങൾ അംഗീകരിക്കത്തില്ല. ആ വിശ്വാസങ്ങൾ പ്രകാരം ദൈവം എവിടെയായിരിക്കുന്നത്? ആകാശത്തിലെങ്ങാണ്ട്, സ്വർഗത്തിലെങ്ങാണ്ട് ഇരിക്കുക, ഇരുന്ന് ഭരിക്കുക. അതിനകത്തൊരു ലോജിക്കിന് വ്യത്യാസം വരുന്നുള്ളതും. അതിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളിലും സകല ജീവജാലങ്ങളിലും ഈശ്വര സാന്നിധ്യമുണ്ട് എന്ന് പറയുന്ന ഒരു സംസ്കാരം, ഒരു ധർമ്മം, അതാണ് സനാതന ധർമ്മം. ആ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ മഹാശക്തിയുടെ വ്യാപനം സകലത്തിലും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സംസ്കാരത്തെ തകർക്കാൻ കഴിയാത്തതും. നമ്മൾ കേട്ടിട്ടുള്ള തത്വമസിയും അഹം ബ്രഹ്മാസ്മിയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഉപനിഷത്ത് വാക്യങ്ങളും ഒക്കെ എല്ലാത്തിലും പറയുന്നു, ഞാൻ നീയാകുന്നു, നീ ഞാനാകുന്നു, ഞാൻ ഈശ്വരനാകുന്നു, നീ ഈശ്വരനാകുന്നു, നിന്നിൽ ഞാൻ മാധവനെ കാണണം, നാരായണനെ കാണണം, നരസേവ നാരായണ സേവ, മാധവ സേവ മാനവ സേവ, ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാം ഈശ്വരന്മാരാണെങ്കിൽ, നിങ്ങളിലെല്ലാം ഈശ്വരൻ കുടികൊള്ളുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് നേരെ കൈപൊക്കുമോ? നിങ്ങളെ ഇനി ശാസിക്കാൻ പറ്റുമോ? നിങ്ങളെ എനിക്ക് ഉപദ്രവിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഈശ്വരനെ നിങ്ങളിൽ കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ ആരെയെങ്കിലും, ഒരു ശിശുവിനെ ആണെങ്കിൽ പോലും തല്ലാനോ കൊല്ലാനോ വഴക്ക് പറയാനോ എങ്കിലും പറ്റുമോ? പറ്റത്തില്ല.
കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? എൻ്റെ മുന്നിലിരിക്കുന്ന ഇദ്ദേഹം ആരാണ്? ഈശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ ചൈതന്യം, അദ്ദേഹത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ജീവൻ ഈശ്വരൻ്റെ അംശമാണെങ്കിൽ ആ ഈശ്വരനെ എനിക്ക് കാണാൻ കഴിയുമെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു നിൽക്കാനോ അദ്ദേഹത്തെ അസഭ്യം പറയാനോ ഉപദ്രവിക്കാനോ കഴിയില്ല. വളരെ സിമ്പിളല്ലേ? ഇതിൽ വലിയൊരു ലോജിക്ക് എന്താ വേണ്ടേ? ഏറ്റവും ലളിതമായി പറയുന്നു, ഈശ്വരന്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ട്? എല്ലായിടത്തും ഉണ്ട്. എന്നിലും ഉണ്ട്, നിന്നിലും ഉണ്ട്. നീയും ഈശ്വരനാണ്, ഞാനും ഈശ്വരനാണ്. ഇത് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ സെമിറ്റിക് മതങ്ങളിൽ പോലും ഒരു കാര്യം അവർ അംഗീകരിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. സൂക്ഷ്മമായ ഒരു പരിശോധനയിൽ എങ്ങനെയാണ് മനുഷ്യന്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ ജീവന്റെ ഉൽപ്പത്തി എന്ന് ആ മതങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഈശ്വരൻ ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി വെച്ചു. മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഉണ്ടാക്കി വെച്ച ആ മനുഷ്യരൂപത്തെ രൂപമുണ്ടാക്കിയാൽ അത് ചലിക്കുമോ? അവിടെയാണ് നമ്മൾ പറയുന്നത് ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. എന്നിൽ നിന്ന് ഈ സംസാരിക്കുന്ന ഞാൻ, എൻ്റെ ജീവൻ, എൻ്റെ ചൈതന്യം, എൻ്റെ ചലനം ഈശ്വരനാണ്. അതെന്നിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഞാൻ ആരായി? ജഡമായി, ശവമായി. അപ്പൊ ആ ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപത്തിന് ചലനം ഉണ്ടാവുള്ളൂ. ആ രൂപത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ആ രൂപത്തിലേക്ക് ഈശ്വരൻ ജീവനെ ഊതിക്കൊടുത്തു എന്നാണ് പറയുന്നത്. ജീവന്റെ ആദ്യത്തെ ശ്വാസം അല്ലെങ്കിൽ ജീവൻ അതിലേക്ക് പകർന്നു കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ എല്ലാം സത്യമായില്ലേ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം? ഇതല്ലേ എല്ലാ മതങ്ങളും പറയുന്നത്? ഈ രണ്ട് മതം, പ്രത്യേകിച്ച് ഈ സെമിറ്റിക് ആയിട്ടുള്ള രണ്ട് മതങ്ങളും പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ ജീവനെ പകർന്നു നൽകിയെന്നാണ്. എന്ന് പറയുമ്പോൾ പരമാത്മാവായ ദൈവത്തിൻ്റെ ഒരു അംശം പകർന്നു കൊടുത്തിട്ടാണ് ആദ്യത്തെ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് വിട്ടതെങ്കിൽ അത് ജീവന്റെ അംശമല്ലേ? ഈ പരമാത്മാവിന്റെ അംശമല്ലേ ആ ജീവാത്മാവ് എന്ന് പറയുന്നത്? ഇതല്ലേ സനാതന ധർമ്മം പറയുന്നത്? രണ്ട് തരത്തിൽ ആത്മാവിനെ വ്യത്യാസപ്പെടുത്തി. ഒന്ന് പരമാത്മാവ്, ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന സകലതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരമാത്മാവ്. ആ പരമാത്മാവിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്, ഭാവങ്ങളുണ്ട്. ആ പരമാത്മാവിനെ നമ്മൾ മാതൃഭാവത്തിൽ അമ്മയായി, ദേവിയായി കാണുന്നു, ആരാധിക്കുന്നു. ആ പരമാത്മാവിനെ നമ്മൾ ശൈവരൂപത്തിൽ ശിവനായി ആരാധിക്കുന്നു. ആ പരമാത്മാവിനെ നമ്മൾ വിഷ്ണുവായി ആരാധിക്കുന്നു. സാക്ഷാൽ അയ്യപ്പനും ആ പരമാത്മാവ് തന്നെയാണ്. വിശ്വകർമാവ് പോലും പരമാത്മാവാണ്. ഈ പരമാത്മാവിൻ്റെ വിവിധ ഭാവങ്ങളാണിതെല്ലാം. എങ്കിൽ ആ പരമാത്മാവ് പകർന്നു കൊടുത്ത ജീവന്റെ അംശം കൊണ്ടാണ് ആദ്യത്തെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഉയർന്നെഴുന്നേറ്റ് വന്നത് എന്ന് പറയുമ്പോൾ സനാതന വിശ്വാസത്തിൽ പറയുന്ന 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള വേദങ്ങളിൽ നിന്നും നമ്മൾ ഉരുത്തിരിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ജീവാത്മാവ് എന്ന് പറയുന്നത് ഈശ്വരൻ പകർന്നു തന്നത് തന്നെയാണ്, ഈശ്വരൻ്റെ അംശം തന്നെയാണ്, ഭാഗം തന്നെയാണെന്ന് പറയുന്ന ആ സനാതന വിശ്വാസത്തിൽ നിന്നാണ് ഇത്തരം സങ്കല്പങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവുമില്ല. ഈ ധർമ്മത്തെ തച്ചുടയ്ക്കാൻ, ഈ ധർമ്മത്തെ ഇല്ലാതാക്കാൻ ഒരുപാട് റിസർച്ചുകൾ ഇവിടെ നടന്നു. മെക്കാളെ പ്രഭു എന്ന് പറയുന്ന മെക്കാളയെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് ഇവിടെ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് സബ്മിറ്റ് ചെയ്തു. തുറന്ന് വായിച്ച ബ്രിട്ടീഷ് രാജാക്കന്മാർ മനസ്സിലാക്കിയത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. ഇവിടെ ഒരു സംസ്കാരമുണ്ട്, ഇവിടുത്തെ ഓരോ കാര്യത്തിനും ഒരു ആത്മാവുണ്ട്. ആ സംസ്കാരത്തെ തച്ചുടച്ചെങ്കിൽ മാത്രമേ
ഈ രാഷ്ട്രത്തെ കീഴടക്കാനും ഭരിക്കാനും കഴിയൂ. അതിനുള്ള പരിശ്രമങ്ങളായി പിന്നെ അതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെയും ഔപചാരിക വിദ്യാഭ്യാസത്തിൽ പോലും കടന്നുകൂടിയിട്ടുള്ള അടിസ്ഥാനരഹിതമായ പാഠഭാഗങ്ങൾ. ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം. മഹാബലിയെ വാമന രൂപത്തിൽ അവതാരം ചെയ്ത് ചവിട്ടി താഴ്ത്തി എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണോ? ഈശ്വരാവതാരം ആരെയെങ്കിലും ചവിട്ടി താഴ്ത്താൻ വേണ്ടിയോ കൊല്ലാൻ വേണ്ടിയാണോ വരുന്നത്? സൽക്കർമ്മം ചെയ്തവരെ അല്ല, ദുഷ്കർമ്മികളെ നിഗ്രഹിക്കാനാണ് ഈശ്വരാവതാരം ഉണ്ടാകുന്നത്. ദേവി അവതരിച്ചിട്ടുള്ള വിവിധ രൂപങ്ങളെല്ലാം തന്നെ ദുഷ്ടനിഗ്രഹാർത്ഥമാണ്. ഭഗവാൻ അവതരിച്ചിട്ടുള്ളതെല്ലാം തന്നെ അധർമ്മത്തെ നിഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ വളരെ ധർമ്മിഷ്ഠനായ ഒരു രാജാവിനെ, ദേവനാകട്ടെ അസുരനാകട്ടെ, ചവിട്ടി താഴ്ത്താൻ വേണ്ടി, ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു അവതാരം കൊണ്ടു എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടാകുമോ? മഹാബലിയെ ആരും ചവിട്ടി താഴ്ത്തിട്ടില്ല. മഹാബലി എന്ന് പറയുന്ന അസുര ചക്രവർത്തിയെ ഭഗവാൻ തന്നെ നേരിട്ട് അതലം സുതലം എന്നൊക്കെ പറഞ്ഞിട്ട് 6-7 ഭാഗങ്ങൾ, പാതാളത്തിൻ്റെ പല തലങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ സുതലം എന്ന് പറയുന്ന ഭാഗത്ത്, സുതലം ഇദ്ദേഹത്തിന് വേണ്ടി, മാവേലി ചക്രവർത്തിക്ക് വേണ്ടി ഭഗവാൻ വിശ്വകർമാവിനെ വിളിച്ച് സൃഷ്ടിക്കപ്പെട്ടതാണെന്നും പറയുന്നു. ആ സുതലത്തിൻ്റെ പ്രത്യേകത എന്താണ് പറഞ്ഞിട്ടുള്ളത്? എൻ്റെ നോട്ടം എപ്പോഴും എത്തുന്ന സ്ഥലത്തായിരിക്കണം. അവിടെയാണ് മഹാബലി. മഹാബലിക്ക് അമരത്വമുണ്ട്, ഇല്ലേ? ഹനുമാനെ പോലെ അശ്വത്ഥാമാവിനെ പോലെയൊക്കെ അമരത്വമുള്ള മഹാബലിയെ വെച്ചിരിക്കുന്ന സുതലത്തിലാണ്. എന്നിട്ടൊരു വാക്കും കൂടെ കൊടുത്തു, കൽപ്പാന്തത്തിൽ, ഈ കൽപ്പം അവസാനിക്കുമ്പോൾ, ഈ കൽപ്പത്തിൻ്റെ അന്ത്യത്തിൽ അങ്ങേക്ക് ഞാൻ ഇന്ദ്രപദം നൽകി ആദരിക്കുമെന്ന് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ചവിട്ടി താഴ്ത്തി കൊന്നു കളഞ്ഞതല്ല. ഈ സത്യം മറച്ചു വെച്ചിട്ടാണ് വളരെ വികലമായിട്ട് യുക്തിക്ക് നിരക്കാത്ത രീതിയിലൊരു കഥയുണ്ടാക്കി പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. ഇതെന്തിനായിരുന്നു? മെക്കാളെ പ്രഭുവിൻ്റെ റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ സംസ്കാരത്തെ തകർത്ത് ഇതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം കള്ളത്തരങ്ങൾ, എന്തെല്ലാം പറഞ്ഞിട്ട്, കല്ലിലെങ്ങനാ ദൈവം ഇരിക്കുന്നത്, മുള്ളിലെവിടെയാ ദൈവം ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്, വിഗ്രഹങ്ങളിൽ പോലും ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന യുക്തിവാദികൾ, അല്ലേ? വിവേകാനന്ദ സ്വാമി ഒരു രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ രാജാവിൻ്റെ അടുത്ത് രാജാവ് ചോദിച്ചു, സ്വാമി എന്തായി പറയുന്നത്, ഇത്ര ചെറുപ്പമായിട്ടിരുന്നിട്ടും ഒരു കല്ലിനകത്ത് അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിനകത്ത് എവിടെയാണ് ദൈവം? വിശേഷമായി ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ വിവേകാനന്ദ സ്വാമി എന്താ ചെയ്ത്? അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ നോക്കി, ചുവരിലൊരു ഫോട്ടോ കിടക്കുന്നു. ആ ഫോട്ടോ ഇങ്ങോട്ട് വരച്ചെടുത്തിട്ട് പറഞ്ഞു, ഇതിലേക്കൊന്ന് കാക്കിച്ച് തുപ്പിയാട്ടെന്ന് രാജാവിനോട്. രാജാവ് നോക്കിയപ്പോൾ ആരാ? സ്വന്തം പിതാവിൻ്റെ ചിത്രം എടുത്ത് കാണിച്ചിട്ട് പറയുന്നതിലൊന്ന് കാക്കിച്ച് തുപ്പാൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ കാര്യം? ഇതെൻ്റെ പിതാവിൻ്റെ ഫോട്ടോ ആണ്. ഫോട്ടോ അല്ലേ, ഇതിനകത്ത് എന്തെങ്കിലും ചൈതന്യമുണ്ടോ, ജീവനുണ്ടോ? ഇത് വെറും ഒരു ദ്രവ്യമല്ലേ, ഇതിനകത്ത് എന്തുകൊണ്ടാണ് തുപ്പാനൊക്കാത്ത? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ രാജാവിന് മനസ്സിലായി വിഗ്രഹം എന്താണെന്നും ചൈതന്യം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കും മനസ്സിലാവും, ഇല്ലേ? ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്രയോ ആചാര്യന്മാർ നമ്മളോട് ഇതുപോലെ ഈ ധർമ്മത്തിൻ്റെ പ്രത്യേകതകൾ പഠിപ്പിച്ചു തന്നു. നമ്മൾ ഇതുവരെയുള്ള അവതാരങ്ങൾ പഠിച്ചതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും ഓരോ അവതാരവും എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് വന്നതെന്നും എവിടെയെല്ലാം ഈശ്വരൻ്റെ ഇരിക്കുന്നു. ഈശാവാസ്യം ഇതം സർവം, ഈശാനോപനിഷത്തിൻ്റെ അകത്ത് പറയുന്നില്ലേ, എവിടെയാണ് ഈശ്വരൻ വസിക്കുന്നത്? എല്ലായിടത്തും ഉണ്ടെന്നാണ്, എവിടെയും ഉണ്ടെന്നാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം, അതാണ് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനം.
സനാതനധർമ്മ പ്രചാരണാർത്ഥം നടത്തുന്ന പ്രഭാഷണ പരമ്പരയായതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും വലിയ അടിസ്ഥാനം ഈശാവാസ്യം ഇതം സർവം എന്ന ഉപനിഷത്ത് വാക്യം തന്നെയാണ്. എവിടെയും ഈശ്വരൻ കുടികൊള്ളുന്നു. അത് കല്ലിലാട്ടെ, തൂണിലാട്ടെ, തുരുമ്പിലാകട്ടെ, മനുഷ്യരിലാകട്ടെ, മൃഗങ്ങളിലാവട്ടെ, ചലിക്കുന്ന വസ്തുക്കളിലാകട്ടെ, ചലിക്കാത്ത വസ്തുക്കളിലാകട്ടെ, ചരങ്ങളിലും അചരങ്ങളിലും എല്ലാം ഈശ്വരൻ കുടികൊള്ളുന്നു എന്നുള്ള അടിസ്ഥാനപരമായ തത്വമുണ്ടെങ്കിൽ ഒരു കല്ലിനെ പോലും നമുക്ക് നോവിക്കാൻ കഴിയില്ല. അത്ര ക്വാളിറ്റിയുള്ള മനസ്സിൻ്റെ ഉടമകളായി, അത്രമാത്രം മൂല്യബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ ഉടമകളായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയുന്ന തരത്തിൽ അടിസ്ഥാനപരമായി ഉറപ്പിച്ചു തരുന്നൊരു സംസ്കാരമാണ്, ഒരു ധർമ്മമാണ് സനാതന ധർമ്മം. ഇത്രയും ധർമ്മത്തെക്കുറിച്ച് കുറച്ച് വാക്കുകളെങ്കിലും അതിൻ്റെ ഉദ്ദേശത്തിൽ നടത്തുന്ന നമ്മളിവിടെ ഇത് ധർമ്മപ്രചാരണാർത്ഥം നടത്തുന്ന ഒരു പ്രഭാഷണ പരമ്പര എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാനപരമായി ഇത്രയെങ്കിലും പറയാതിരുന്നാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് അത്രയും പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് സനാതന ധർമ്മം. ഈ ധർമ്മത്തെ നമുക്ക് ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല. ലോകമുള്ളിടത്തോളം കാലം നശിപ്പിക്കാൻ കഴിയത്തില്ല. പൂജനീയ സർസംഘചാലക കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലോകത്ത് ഹിന്ദുത്വമില്ലെങ്കിൽ, ലോകത്ത് ഇങ്ങനൊരു സമൂഹമില്ലെങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഇതാണ്, ഈ ധർമ്മത്തിൻ്റെ മൂല്യമാണ്, ഈ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിൻ്റെ രഹസ്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ധർമ്മം ഹൃദയത്തിലേറ്റുവാങ്ങി ഉൾക്കൊണ്ടുകൊണ്ട് എത്ര മഹത്തായ ധർമ്മമാണ്. ഓരോ ആരാധനകളും ഓരോ പ്രാർത്ഥനകളും അത്രമാത്രം സമൂഹത്തെ, ലോകത്തെ മുഴുവൻ, വിശ്വം ലോകം മുഴുവൻ അത്രമാത്രം സമൃദ്ധിയിലെത്തട്ടെ എന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ് നമ്മൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ലോകത്തിന് മുഴുവൻ ശാന്തി നേരുന്നവരാണ് നമ്മൾ. അല്ലാതെ അശാന്തിയുടെ വിത്ത് വിതയ്ക്കുന്നവരല്ല. കൊല്ലാനും പച്ചക്കറി വാങ്ങാനും പാല് വാങ്ങാനും വരുന്ന നിരപരാധികളുടെ നെഞ്ചിലേക്ക് ചാവേറുകളായിട്ട് വന്ന് ബോംബ് പൊട്ടിച്ച് കൊല്ലാനുള്ള ധർമ്മമല്ല നമ്മുടേത്. ശാന്തിയുടെ ധർമ്മമാണ്, ദയയുടെ, സ്നേഹത്തിൻ്റെ ധർമ്മമാണ്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പറയാൻ കാരണം എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഈ സ്നേഹമാണ്. ഈ സ്നേഹം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു ബോധം വേണം. ഇതെൻ്റേതാണ്, എൻ്റെ അടുത്തിരിക്കുന്ന മനുഷ്യൻ ഈശ്വരൻ്റെ അംശം ഉൾക്കൊള്ളുന്ന ആളാണ്, എൻ്റെ സഹോദരനാണെന്നൊരു ബോധം. ഈ ബോധം നമ്മുടെ ഉള്ളിൽ തരുന്ന, ഈ മൂല്യം നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന ഒരു ധർമ്മമാണ് സനാതന ധർമ്മം. ഇതിനൊരിക്കലും ച്യുതിയില്ല, നശിക്കത്തില്ല. എവിടെയെങ്കിലും ഒരു ചെറിയ നാശം കണ്ടാൽ അവിടെ എന്ത് സംഭവിക്കും? യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. നമ്മൾ കേട്ടിട്ടുള്ള ഗീതയുടെ എപ്പോഴും എല്ലാവരും പറയുന്ന വാക്യങ്ങളാണ് അല്ലേ? അവിടെ ഞാൻ വരും, അവിടെ ഏതെങ്കിലും രൂപത്തിൽ ഞാൻ അവതരിച്ചിരിക്കും. അങ്ങനെയാണ് ഇവിടെ അവതാരങ്ങൾ രൂപം കൊണ്ടത്. ആ അവതാരങ്ങളുടെ ശൃംഖലയിൽ, ഈശ്വരൻ്റെ അവതാരങ്ങളുടെ ശൃംഖലയിൽ പെടുത്താവുന്ന ആചാര്യന്മാരാണ് ലോകമെമ്പാടുമുള്ളവർ. അത് ജീസസ് ആയാലും പ്രോഫറ്റ് മുഹമ്മദ് ആയാലും, നമ്മളിങ്ങോട്ട് താഴോട്ട് കാണുന്ന ഏറ്റവും നമ്മുടെ സമകാലികരായിട്ടുള്ള സ്വാമിമാരായാലും സ്വാമിനിമാരായാലും ഒക്കെ തന്നെ ലോകത്ത് ധർമ്മം പ്രചരിപ്പിക്കാൻ, ലോകത്ത് സ്നേഹം നിലനിർത്താൻ വേണ്ടി, ശാന്തി നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന അതിൻ്റെ ഉദ്യമങ്ങളുടെ ഭാഗങ്ങളായി ജീവിച്ച് വളർന്നവരാണ്. അതാണ് ആ അവതാരം എന്ന് പറയുന്നത്. അത് പൂർണ്ണാവതാരങ്ങളും അംശാവതാരങ്ങളുമുണ്ട്. ഇവിടെ ഇന്ന് ബലരാമൻ്റെ ദിവസമാണ്. ഞാനിവിടെ മിക്കവാറും എല്ലാ അവതാരങ്ങളെക്കുറിച്ചും സംസാരിച്ച് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പം ഒന്നോ രണ്ടോ വല്ലോ ഉണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു, പല പ്രാവശ്യമായിട്ട്, പല വർഷങ്ങളിലായി. ഇവിടെ ബലരാമാവതാരം തന്നെ നടക്കുന്നത് അതുപോലൊരു സാഹചര്യത്തിലാണ്. ഭൂമിയിൽ ഒരുപാട് അധർമ്മങ്ങൾ, കംസനെ പോലുള്ള
വ്യക്തികളുടെ, അധികാരം കയ്യിലുള്ളവരുടെ അഹങ്കാരം കാരണം സമൂഹം ദുഷിച്ചുകൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഭൂമിദേവി തന്നെ, ശ്രദ്ധിച്ച് കേൾക്കണം, ഭൂമിദേവി തന്നെ ദേവന്മാരോടൊപ്പം ഭൂമിദേവി ഒരു ഗോരൂപത്തിൽ, പശുവിൻ്റെ രൂപത്തിൽ പരമാത്മാവിൻ്റെ അടുത്ത്, വിഷ്ണു ഭഗവാന്റെ അടുത്ത് എത്തിയിട്ട് കാര്യം പറഞ്ഞു. ഭൂമിയിൽ വലിയ പ്രശ്നങ്ങളാണ്, ധർമ്മമില്ല, നീതിയില്ല, സ്വാർത്ഥതയാണ്, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരവതാരത്തിൻ്റെ സമയമായി. ഭൂമിയെ ധർമ്മബോധമുള്ളവരുടേതാക്കി മാറ്റാൻ, ഈ ഭൂമിയെ നിലനിർത്താൻ അങ്ങൊരു അവതാരമെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, മനസ്സിലാക്കുന്നു, തീർച്ചയായിട്ടും അതുണ്ടാകും. ഞാൻ ശ്രീകൃഷ്ണ അവതാരം എടുക്കാൻ പോവുകയാണ് താമസിയാതെ. അതുകൊണ്ട് സമാധാനമായിട്ട് പൊക്കോളൂ എന്ന് നിർദ്ദേശിച്ച് പറഞ്ഞു. ദേവന്മാരെയും പശുരൂപത്തിൽ ചെന്ന ഭൂമിദേവിയെയും. പശു എന്ന് പറയുമ്പോൾ ഇവിടെ ചിലർക്ക് പുച്ഛമാണ്. പശു എന്ന് പറയുമ്പോൾ ചിലർ പശുവിനെ കുറിച്ചോ പശുവിൻ്റെ നന്മകളെ കുറിച്ചോ പറഞ്ഞാൽ ആക്ഷേപമാണ് ചിലർക്ക്. ഭൂമിയെ എന്തുകൊണ്ടാണ് അമ്മയായിട്ട് കണക്കാക്കുന്നത്? ഒരു മനുഷ്യൻ, ഒരു ശിശു, മനുഷ്യനാകട്ടെ ഒരു മൃഗമാകട്ടെ, ജനിച്ചു വീഴുമ്പോൾ ആദ്യം തേടുന്നത് എന്താണ്? ആദ്യം തേടുന്നത് ആഹാരമല്ലേ? അല്ലേ? ഒരു പശുക്കിടാവ് എഴുന്നേറ്റാൽ ആദ്യം ചെന്ന് അമ്മയുടെ അകിട് തപ്പിപ്പിടിച്ച് പാല് കുടിക്കും. ഒരു ആട്ടിൻകുട്ടി എഴുന്നേറ്റാൽ അങ്ങനെ തന്നെ ചെയ്യും. ഒരു മനുഷ്യ ശിശു പോലും ഉണർന്ന് കരഞ്ഞ് പുറത്തിറങ്ങി അമ്പലിക്കൽ കൂട് മുറിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ നിലവിളിക്കും. എങ്ങനെയാ സമാധാനിപ്പിക്കുന്നത്? പാല് കൊടുത്താണ് സമാധാനിപ്പിക്കുന്നത്. ആഹാരത്തിന് വേണ്ടിയാണ്. ആഹാരം തരുന്നത് ആരാ? ആദ്യത്തെ ആഹാരം തരുന്നത് ആരാ? അമ്മയല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ആഹാരം തരുന്ന ഭൂമിയെ നമുക്ക് അമ്മയെന്ന് വിളിച്ചുകൂടെ? മനുഷ്യന്റെ പാലിനോടൊപ്പം തന്നെ എല്ലാ സമീകൃതമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നൊരു പാല് പശുവിൻ്റെത് മാത്രമാണ്. പശുവിനോടൊപ്പം ഒട്ടകം, ആട്, എരുമ ഇങ്ങനെ തുടങ്ങിയുള്ള ജീവജാലങ്ങളുടെ പാലുകളും മനുഷ്യന് ഉപയുക്തമായ രീതിയിൽ തന്നിരിക്കുന്നു. അവിടെ തന്നെ ഒരു അത്ഭുതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പശുവിൻ്റെ പാല് 60 ലിറ്റർ പാല് വരെ തരുന്ന പശുക്കളുണ്ട്. അത് ഇന്നത്തെ ഹൈബ്രിഡ് പശുക്കളാണ്. യദുകുലത്തിലുണ്ടായിരുന്ന, ഗോകുലത്തിലുണ്ടായിരുന്ന പശുക്കൾ, നാടൻ പശുക്കൾക്ക് ചിലപ്പോൾ 2, 3, 4, 5 ലിറ്റർ പാല് മാത്രമേ തരാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ A1, A2 എന്ന് പറഞ്ഞ് പാലിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. A2 മിൽക്ക് കിട്ടണമെങ്കിൽ നാടൻ പശു വേണം. അപ്പോൾ അങ്ങനെ അമ്മയുടെ, ഞാൻ കാട് കയറി പോവല്ല, അമ്മയുടെ പാലിന് തുല്യമായിട്ടുള്ള പാല് തരുന്ന പശുവിനെ അമ്മയായിട്ട് കണ്ടാൽ അത് തെറ്റാണോ? ആഹാരം തരുന്ന ഭൂമിയെ അമ്മയായി കണ്ടാൽ തെറ്റാണോ? ആഹാരം മുളപ്പിക്കാൻ, ജലസേചനം നടത്താൻ സഹായിക്കുന്ന നദികളെ അമ്മയായിട്ട് കണ്ടാൽ തെറ്റാണോ? ഒരു വലിയ സമൂഹം ജനങ്ങളുടെ ഉപജീവനത്തിന് മാർഗം കൊടുക്കുന്ന, അന്നം കൊടുക്കുന്ന കടലിനെ അമ്മയായി കാണുന്നത് തെറ്റാണോ? അതുകൊണ്ട് തന്നെ ഭാഷാ പഠനം നടത്തുമ്പോഴും പറയും ഇതിനെല്ലാം സ്ത്രീ രൂപത്തിൽ കാണണം, സ്ത്രീലിംഗമായി കാണണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മാതൃഭാവത്തിൽ കാണുന്നതുകൊണ്ടാണ്. ഇങ്ങനെ മാതൃഭാവത്തിൽ കാണുന്നതിന് വേണ്ടിയാണ്, കാണുന്നതിനെയാണ് ആക്ഷേപിക്കുന്നത്. ആലോചിച്ച് നോക്കുക. പശുവിൻ്റെ മേന്മകൾ പറഞ്ഞാലൊടുങ്ങാത്തത്ര മാത്രം ഉണ്ട്. പശുവിൻ്റെ ചാണകത്തെ പറ്റിയും, ചാണകം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്. ചാണകത്തിൻ്റെ പരിശുദ്ധി എന്താണ്? നമ്മൾ ശുചീകരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ചാണകം.
ഭഗവാൻ എഴുന്നള്ളി വരുന്ന ഒരു വിളക്ക് വെക്കണം. നമ്മൾ ചാണകം, പശുവിൻ്റെ ചാണകം കൊണ്ട് മെഴുകിയാണ് അവിടെ ഒരു ഇലയിൽ വിളക്കം വെച്ച് നമ്മൾ പൂജാദ്രവ്യങ്ങൾ ഒരുക്കി വെക്കുന്നത്. ശരിയാണോ? എന്തിനാ? ശുദ്ധീകരിക്കാൻ. ഇനി അതും പോട്ട് ആധുനിക ലോകത്തിൻ്റെ കാര്യം പറയാം. നമ്മളൊരു സേഫ്റ്റി ടാങ്ക് ഉണ്ടാക്കുന്നു. സേഫ്റ്റി ടാങ്ക് ഉണ്ടാക്കി മലവിസർജ്യങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി, അത് ചെന്നുകൂടാൻ വേണ്ടി മണ്ണിനടിയിൽ എവിടെയെങ്കിലും നമ്മൾ ടാങ്ക് ഉണ്ടാക്കി വെച്ചാൽ, ആധുനിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് അവർ പറയുന്നത് ആദ്യം മുതൽ ഒഴിക്കേണ്ടത് എന്താണ്? പശുവിൻ്റെ ചാണകം കലക്കി ഒഴിക്കാൻ പറയും. എന്തിനാണ്? ഇതിനകത്ത് വീഴിക്കുന്ന മാലിന്യങ്ങളെ വിഘടിപ്പിച്ച് ഭൂമിക്ക് തോന്നുന്ന രീതിയിലോ അല്ലെങ്കിൽ മനുഷ്യന് സഹിക്കാൻ കഴിയുന്ന രീതിയിലോ ഉള്ള എന്തെങ്കിലും ദ്രവ്യങ്ങളാക്കി മാറ്റുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ബാക്ടീരിയകൾ അവിടെ ഉണ്ടാകണമെങ്കിൽ ആദ്യം ഒഴിക്കേണ്ടത് ചാണകമാണ്. ഇത്ര മോശപ്പെട്ട സാധനമാണോ ചാണകം? അതുകൊണ്ട് ഭസ്മം ഉണ്ടാക്കി നമ്മൾ തിരുനെറ്റിയിൽ വരയ്ക്കുന്നില്ലേ? അത്ര മോശമാണോ? പറഞ്ഞാൽ ഒടുങ്ങാത്ത കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ പശുക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയാനുണ്ട്. ലോകത്തൊരു ജീവിക്കും ഇല്ലാത്ത രീതിയിൽ ആമാശയത്തിന് പോലും 4 അറകൾ കൊടുത്തിരിക്കുന്ന, പ്രപഞ്ചം കൊടുത്തിരിക്കുന്ന, ദൈവം ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ജീവി പശുവാണ്. അങ്ങനെ തുടങ്ങി ഒത്തിരിയുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല അതിനെക്കുറിച്ച്. അപ്പൊ ഈ ഗോമാതാവിൻ്റെ രൂപത്തിലാണ് ആര് പോയത്? ഭൂമി മാതാവ്. ഇപ്പൊ രണ്ടിനെയും നമുക്ക് അമ്മയെന്ന് വിളിക്കാം എല്ലാ അർത്ഥത്തിലും. അപ്പോഴാണ് പറഞ്ഞു വിട്ടു സമാധാനമായിട്ട് പൊക്കോളാൻ. ഉടൻ തന്നെ ഭഗവാന് തൽപ്പമൊരുക്കുന്ന ആദിശേഷനോട്, അനന്തനോട് ഭഗവാൻ പറഞ്ഞു. അതിനു മുമ്പ് ദേവകിയുടെയും വസുദേവരുടെയും കല്യാണമുണ്ട്. ആ വിവാഹ ഘോഷയാത്രയിൽ വെച്ച് കേൾക്കുന്ന അശരീരി, ദേവകിയുടെ 8ാമത്തെ പുത്രൻ ദേവകിയുടെ സഹോദരനായ കംസനെ വധിക്കും എന്നുള്ള ഒരു അശരീരി കേൾക്കുന്നു. അപ്പോഴും കംസന്റെ അഹങ്കാരമെടുത്ത് ഇതെല്ലാം തത്വങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. എന്താണ് ഈ പുരാണങ്ങളുടെ അടിസ്ഥാനം? നമുക്ക് വേദങ്ങൾ തന്നു. വേദങ്ങൾ ദഹിക്കാതെ വന്നപ്പോൾ ദഹിക്കാത്ത സമൂഹത്തിന് വേണ്ടി കുറച്ചുകൂടി ലളിതമാക്കി ഉപനിഷത്തുകൾ തന്നു. ഉപനിഷത്തുകളിലും അതിലും ഗ്രഹിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി എന്ത് തന്നു? ഇതിഹാസങ്ങൾ തന്നു, പുരാണങ്ങൾ തന്നു, കഥകൾ പറഞ്ഞു തന്നു. ഈ കഥകളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ കടത്തിവിടാൻ മനഃശാസ്ത്രം പറയുന്നത് ഇമേജുകളായിട്ടും ഇമോഷനുകളായിട്ടും മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് കാര്യവും ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ കഥാസന്ദർഭങ്ങൾ തന്നത്. കഥാപാത്രങ്ങളിലൂടെയും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, കഥാപാത്രങ്ങളിലൂടെയും കഥാസന്ദർഭങ്ങളിലൂടെയും വേദപ്രോക്ത തത്വങ്ങളെയാണ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുന്നത്. ഓരോ കഥാപാത്രവും ഓരോ കഥാസന്ദർഭങ്ങളും തരുന്നത് വേദപ്രോക്തങ്ങളായ തത്വങ്ങളാണ്. ആ തത്വങ്ങൾ ലളിതമായി ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ഒരു പ്രഭാതത്തിൽ ഒരാൾക്ക് തോന്നിയിരുന്ന് എഴുതി വെച്ചാൽ യുക്തിവാദികൾ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ അല്ല. ഇന്നത്തെ ആധുനിക കഥാകൃത്തുക്കളുടെ ഏതെങ്കിലും ഒരു കഥയെടുത്തിട്ട് ഒരു 5000 കഥാപാത്രങ്ങളുണ്ടെന്ന് വിചാരിച്ചാലും നമുക്ക് കാണാതെ പറയാൻ പറ്റും, പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾക്ക് അന്തമുണ്ടോ? എത്രയെത്ര കഥാപാത്രങ്ങളാണ്! ഈ ഓരോ കഥാപാത്രത്തിനും എന്തെങ്കിലും മൂലകഥയുമായി ബന്ധമുണ്ടോ? ഉണ്ട്. ഇതൊന്നും ഒരു സാധാരണ കേവല മനുഷ്യ സൃഷ്ടിയായി തീരാൻ കഴിയുന്ന കാര്യങ്ങളേ അല്ല. അപ്പൊ അങ്ങനെ അശരീരി കേട്ടപ്പോൾ മുതൽ കംസന്റെ ഭീതി മൂലം അധികാരമുള്ളവർക്ക് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ദേവകിയെ വധിക്കാൻ ചാടിപ്പോയ കംസനോട്, സ്വന്തം സഹോദരിയുടെ നേരെ ചാടി കൊലപാതകത്തിന് തയ്യാറായ കംസനോട് യാദവ പ്രമുഖരൊക്കെ അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ്, ഞങ്ങൾ ദേവകിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ കൊന്നോ.
ദേവകിയെ വെറുതെ വിട്. ഇന്നത്തെ ഒരു ദിവസം അവരുടെ സന്തോഷത്തിൻ്റെ ദിവസമല്ലേ. അവർ പോട്ടെ എന്ന് പറഞ്ഞ് വസുദേവരെയും ദേവകിയെയും വെറുതെ വിടുന്നു. വെറുതെ വിട്ടില്ല, കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. കാരാഗ്രഹത്തിൽ പൂട്ടിയിട്ട് ഇന്നും അതെല്ലാം ഉണ്ട്. ദ്വാരകയിൽ ഞാനും പോയി എൻ്റെ കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഭഗവാന്റെ ചരിത്രം ഉറങ്ങുന്ന, കൃഷ്ണഭഗവാന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഗുജറാത്തിലെ ദ്വാരക. അവിടെ പോയാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ കാരാഗ്രഹങ്ങൾ കാണാം. കാരാഗ്രഹം കാണാം, കംസന്റെ രാജധാനി കാണാം, കൃഷ്ണഭഗവാൻ ജനിച്ചു വീണ ഇരുട്ടറ വരെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഓരോന്നിൻ്റെ ഓരോ സന്ദർഭങ്ങളുണ്ട്. കുചേലന്റെ ജന്മസ്ഥലമുണ്ട്. ഇതെല്ലാം നമുക്ക് നേരിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്രയും വർഷങ്ങളായിട്ടും 10,000-ലധികം വർഷങ്ങളായിട്ടും ഇപ്പോഴും അതെല്ലാം പൊന്നുപോലെ സൂക്ഷിച്ചിരിക്കുന്നു. അതാണ് ഈ ധർമ്മത്തിന്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞത് നശിപ്പിക്കാൻ പറ്റില്ല എന്ന്. അവിടെയെല്ലാം നമുക്ക് പോയി ഓരോ കാര്യങ്ങളും കഥാസന്ദർഭങ്ങളും ബോധ്യപ്പെടാനുള്ള അവസരങ്ങൾ ഇന്നും ലഭ്യമാണ്. അടുത്ത രാമേശ്വരം വരെ പോയാൽ രാമസേതു നമുക്ക് കാണാനും ബോധ്യപ്പെടാനും പറ്റും. അപ്പൊ ഇതൊക്കെ യുക്തിവാദികളുടെ വാദം പറയുന്നത് പോലെ എവിടെയെങ്കിലുമൊക്കെ കുറിച്ചിട്ട കഥകളോ അല്ലെങ്കിൽ ചെറിയ നോവലുകളോ ഒന്നും അല്ല. ഇതിനൊക്കെ ഇത്തരത്തിലുള്ള ചില പശ്ചാത്തലങ്ങളുണ്ട്. അങ്ങനെ കംസൻ ഇതെല്ലാം സമ്മതിച്ച് ഇവരെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. ദേവകിക്കും വസുദേവർക്കും ഉണ്ടാകുന്ന 6 കുഞ്ഞുങ്ങളെയും കരുണം കൊന്നൊടുക്കുന്നു. അപ്പോഴാണ് അനന്തന്റെ അടുത്ത് ഭഗവാൻ പറയുന്നത്, നീ ഒരു ജന്മമെടുക്കണം. ഇതിനു മുമ്പും നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. ത്രേതായുഗത്തില് എൻ്റെ സഹോദരനായിട്ട്, രാമന്റെ സഹോദരനായിട്ട്, ലക്ഷ്മണനായിട്ട് ജന്മം കൊണ്ടത് നീയാണ്. അനന്തൻ തന്നെയാണ് ലക്ഷ്മണനായിട്ട് ജന്മമെടുത്ത് അവതരിച്ചത്. ആ അനന്തൻ, ആ ലക്ഷ്മണൻ മരണസമയത്ത് രാമമന്ത്രം പറഞ്ഞാണ് മരിച്ചതും. അത്രമാത്രം ഇഷ്ടമായിരുന്നു രാമനോട്. അപ്പൊ ഭഗവാനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന, ഭഗവാന് തൽപ്പമൊരുക്കി സംരക്ഷണം ഒരുക്കി നിൽക്കുന്ന അനന്തമൂർത്തി, ആ അനന്തനോടാണ് ജന്മമെടുക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ എപ്പോഴും ഭഗവാനോടൊപ്പം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഞാൻ കൃഷ്ണാവതാരം എടുക്കാൻ പോവുകയാണ്, അതിനു മുമ്പായി നീ ജനിക്കണം. അങ്ങനെ ഒരു കുട്ടിക്ക് ജന്മം, ഒരു ഭ്രൂണം ദേവകിയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നു. ഇനിയാണ് ഇങ്ങോട്ട് നമ്മൾ ഈ ആധുനിക ലോകം പോലും കണ്ടത്. ആദ്യത്തെ നോബൽ സമ്മാനം ഭ്രൂണം ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് കിട്ടിയത് 2010-ലാണ്. എത്ര വർഷമായി? 10-15 വർഷമല്ലേ ആയിട്ടുള്ളൂ. 1890-ലാണ് ആദ്യത്തെ ഭ്രൂണം കണ്ടെത്തുന്നതും. മുയലുകളിൽ മമേലിയൻ എംബ്രിയോ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാമൽസിന്റെ, മുലയൂട്ടുന്ന മൃഗങ്ങളുടെ ഭ്രൂണം ആദ്യമായി കണ്ടെത്തുന്നത് 1890-ലാണ് മനുഷ്യൻ. അത് മുയലുകളിലാണ് പരീക്ഷിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് വന്ന് 1970-കളിൽ ഇതിൻ്റെ റിസർച്ചുകളൊക്കെ പുരോഗമിച്ചു. 78-ൽ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിക്കുന്നു. ഇത് നമ്മൾ കേൾക്കുന്നതാണ്, കേട്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്, കാണുന്നതാണ്. ആ ടെസ്റ്റ് ട്യൂബ് ശിശു, അപ്പോഴും ടെസ്റ്റ് ട്യൂബിലാണ് ഈ ഭ്രൂണത്തെ സങ്കലനം നടത്തിയത്. അത് മനസ്സിലാക്കണം. ഈ
ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് IVF എന്ന് പറയുന്ന പ്രോസസ്, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ കണ്ടുപിടിച്ചത് പോലും ആ കാലഘട്ടത്തിലാണ്. ഈ ഫെർട്ടിലൈസേഷൻ, അതായത് ഒരു ബീജവും അണ്ടവും തമ്മിലുള്ള സംയോജനം പുറത്ത് നടത്താം എന്നുള്ള പരീക്ഷണത്തിൽ വിജയിച്ചത്. ഇനി അകത്തെ കാര്യങ്ങൾ പറഞ്ഞാലോ, ഒരു സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ഒരു ഭ്രൂണം മാറ്റാൻ പറ്റുമോ? ഇന്ന് പറ്റും. ഇന്ന് എത്രയോ ഗർഭപാത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ വരെ ആളുകൾ തയ്യാറായിട്ട് നടക്കുന്നു. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് അതിൻ്റെ എത്തിക്കൽ പ്രോബ്ലംസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതുപോലെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെ പരമ്പരാഗതമായിട്ടുണ്ടാകാവുന്ന കാര്യങ്ങളും ഒക്കെ പഠിച്ച് ഒരുപാട് ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ നടത്തി അതിനൊക്കെ ചില നിയമങ്ങളുമൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ന് നടക്കുകയുള്ളൂ. എങ്കിലും ശാസ്ത്രീയമായി നടക്കും. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭ്രൂണത്തെ പറിച്ച് വേറൊരമ്മയുടെ ഗർഭപാത്രത്തിലോ, ടെസ്റ്റ് ട്യൂബുകൾക്കുള്ളിലല്ല, വേറൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇത് സ്ഥാപിക്കാൻ കഴിയും. പ്ലാസന്റ ഉൾപ്പെടെ അങ്ങനെ സ്ഥാപിച്ചെങ്കിലേ അമ്മയിൽ നിന്നുള്ള ഓക്സിജൻ ആയാലും ഭക്ഷണമായാലും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ പ്ലാസന്റയുമായിട്ടുള്ള കണക്ഷൻ വേണം. അങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. അതാണ് പ്രസവിച്ച് 2 കഴിയുമ്പോൾ നമ്മൾ പൊക്കിൾ കൊടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ പ്ലാസന്റെ മുറിച്ച് മാറ്റുന്നത്. ഇത് ഇന്ന് ശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. 1978 ആദ്യത്തെ ടെസ്റ്റ് ശിശു ജനിക്കുന്നു. അത് കഴിഞ്ഞിട്ടിങ്ങനെ ഈ ഞാൻ മുമ്പേ പറഞ്ഞ IVF ധാരാളമായിട്ട് നടത്തി ഒരുപാട് വാടക ഗർഭപാത്രങ്ങളിൽ ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തി സ്വന്തം അമ്മമാരിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വെച്ച് അവിടെ നട്ടുപിടിപ്പിച്ച് ആ അമ്മമാർ പ്രസവിച്ച് ആ അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടികളായി തന്നെ പിറന്നു വരുന്നു. ശാസ്ത്രം ഇവിടെ എത്തിയിരിക്കുന്നു. 5000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നതിനും 1 വർഷം മുമ്പ് ജനിച്ച ബലരാമൻ ആദ്യമുണ്ടായത് ദേവകിയുടെ ഗർഭപാത്രത്തിലാണെങ്കിൽ വസുദേവരുടെ മറ്റൊരു ഭാര്യയെന്നും വസുദേവരുടെ ജ്യേഷ്ഠ ഭാര്യയെന്നും പറയുന്ന 2 രീതിയിൽ പറയുന്നുണ്ട്. രോഹിണി എന്ന് പറയുന്ന മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് പറിച്ചു നടുന്നു. അങ്ങനെയാണ് ബലരാമനൊരു പേര് കിട്ടിയത്, സംഘർഷണൻ. സംഘർഷണൻ എന്ന് ബലരാമനെ വിളിക്കാൻ കാരണം ഈ പറിച്ചു നടിയിലാണ്. ഈ ട്രാൻസ്പ്ലാന്റ് ആണ്, ഈ എംബ്രിയോ ട്രാൻസ്പ്ലാന്റ് ആണ്. ഈ ഭ്രൂണം മാറ്റി മറ്റൊരമ്മയിലേക്ക് സ്ഥാപിക്കുന്നു. ഇത് ഭഗവാന്റെ നിർദ്ദേശമാണ്. അതിനിഗൂഢമായി അതീവ രഹസ്യമായി ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്തു. രോഹിണിയുടെ ഗർഭപാത്രത്തിൽ പോയി ആര്? ജനിക്കാൻ പോകുന്ന ബലരാമൻ. ദേവകിയുടെ ഗർഭം അലസിപ്പോയി. വാർത്ത നാടാകെ പരന്നു. കംസനും അത് വിശ്വസിച്ചു. അപ്പോഴും ഈ കുഞ്ഞ് വളരുകയാണ്. രോഹിണിയുടെ ഉദരത്തിൽ നിന്നും ഈ കുട്ടി അമ്പാടിയിൽ, ദ്വാരകയിലല്ല, അമ്പാടിയിൽ യദുകുലത്തിൽ ജനിക്കുന്നു. 1 വർഷത്തിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നു. അതും നമുക്കറിയാം കഥകളൊക്കെ. അർദ്ധരാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് കാരാഗ്രഹത്തിൽ ജന്മം കൊള്ളുന്ന ജനനം മുതൽ അദ്ദേഹം അനുഭവിച്ച, മനുഷ്യനായി പിറവിയെടുത്ത ഭഗവാൻ അനുഭവിച്ച പീഡനങ്ങൾ ഓരോന്നും നമുക്കറിയുന്നതാണ്. അതിനെയെല്ലാം സമചിത്തതയോടെ അതിജീവിച്ച് നമ്മളെ കാണിച്ചതെന്ന് പഠിപ്പിച്ചതെന്ന് എങ്ങനെ നേരിടണം, എങ്ങനെ ഓരോ കാര്യങ്ങളെ നേരിടണം. പിൽക്കാലത്ത് ഏറ്റവും വലിയ മോട്ടിവേഷണൽ ബുക്കായിട്ടുള്ള ഭഗവത്ഗീത ഉണ്ടാകുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നുകൊണ്ട് അർജുനെ ഉപദേശിക്കുന്ന ആ ഭഗവത്ഗീത ഈ ലോകത്തിന് തന്നെ ഇന്നോളം ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു സംഭാവനയായി മാറുന്നു. ഒരു വിജ്ഞാന ഗ്രന്ഥമായി മാറുന്നു. ഒരു മോട്ടിവേഷൻ ബുക്കായിട്ട് മാറുന്നു. ഇല്ലേ?
ഇന്നും പ്രസക്തമാണത്, എന്നും പ്രസക്തമാണ്. എവിടെയും ആൽബർട്ട് ഐൻസ്റ്റീൻ യൂണിഫൈഡ് ഫീൽഡ് തിയറി ഒക്കെ കൊണ്ടുവന്ന E=mc² എന്ന് പറയുന്ന ശാസ്ത്രം ആ ഇക്വേഷൻ കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും സന്തത സഹചാരിയായി കൊണ്ടു നടന്നിരുന്ന ഒരേ ഒരു ഗ്രന്ഥം ഭഗവത്ഗീതയാണെന്ന് മനസ്സിലാക്കണം. നീൽ ആംസ്ട്രോങ് ഫോളോ ചെയ്തിരുന്നു, ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യരൊക്കെ ഫോളോ ചെയ്തിരുന്നു. ഇതാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീത നമുക്ക് സമ്മാനിച്ച ഭഗവാൻ കാരാഗ്രഹത്തിൽ ജനിക്കുന്നു. അവിടുന്ന് യമുനയെ നീന്തി കടന്ന് ആരും അറിയാതെ അർദ്ധരാത്രിക്ക് ഭഗവാന്റെ ചൈതന്യം കൊണ്ട് ജയിൽ തുറന്ന് ചങ്ങലകളെല്ലാം പൊട്ടിച്ച് അങ്ങനെ പോയി. അതും അവിടെ ചെന്നെത്തുന്നു. എവിടെ ചെന്നെത്തുന്നു? അമ്പാടിയിലെത്തുന്നു. 1 വർഷം കഴിഞ്ഞു. അങ്ങനെ 2 പേര് ജ്യേഷ്ഠാനുജന്മാർ അവിടെ ജന്മം കൊണ്ടു. ആരൊക്കെയാണത് ശരിക്കും? ഒന്ന് സാക്ഷാൽ ഭഗവാനും, ഒന്ന് ഭഗവാന്റെ ഉപദേശപ്രകാരം ആദിശേഷനായ അനന്തനായ ഭഗവാന് കൽപ്പമൊരുക്കുന്ന അനന്തമൂർത്തി. ഭഗവാന്റെ കൂടെ അംശത്തോടു കൂടിയാണ് ബലഭദ്രൻ ജനിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഈ സംഘർഷണം നടത്താൻ പറ്റിയത്. അതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു കുഴപ്പമില്ലാതെ ജനനം നടന്നത്. ലക്ഷ്മണൻ അനന്തന്റെ പൂർണ്ണാവതാരം, അനന്തനാണ്. അവിടെ ഭഗവാന്റെ അംശാവതാരമില്ല. അതേസമയം ബലരാമനിൽ ഭഗവാന്റെ അംശമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ബലവാനായി, ഇത്ര ശക്തനായി അറിയപ്പെടുന്ന ഒരു ഭഗവത് ചൈതന്യമായി മാറിയത്, ഒരു രൂപമായി മാറിയത്. അതുകൊണ്ടാണ് രാഷ്ട്രത്തിന് പുറത്തും തായ്ലൻഡിലൊക്കെ ബലഭദ്രന് ബലദേവ ടെമ്പിൾസ് ഉണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. അവിടെ നടക്കുന്ന റോയൽ സെലിബ്രേഷൻ ഓഫ് പ്ലൗവിങ് എന്ന് പറഞ്ഞിട്ടൊരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട് തായ്ലൻഡിൽ. അവിടെ ഭഗവാന്റെ ബലരാമൻ്റെ രൂപം, കലപ്പയേന്തിയ രൂപം, ശില്പം അതും വഹിച്ചുകൊണ്ടാണ് അവിടെ പ്രൊസഷൻ നടക്കുന്നത് എല്ലാ വർഷവും. എവിടെ? തായ്ലൻഡിൽ, ഭാരതത്തിലല്ല. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ കാര്യം, ഇതിൻ്റെയൊക്കെ വ്യാപ്തി മനസ്സിലാക്കുന്ന തലങ്ങളിലൊക്കെ ഇത് പാവും, ഇത് പടരും, ഇത് പകരും. കാരണം ഇത് ഭഗവാനാണ്. അങ്ങനെ 8ാമത്തെ അവതാരമായിട്ട് ബലരാമൻ ജനിക്കുന്നു. ഗർഗമഹർഷിയെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നു, ഈ കുഞ്ഞുങ്ങൾക്ക് പേരിടണം അതീവ രഹസ്യമായി. അങ്ങനെ അതീവ രഹസ്യമായി അദ്ദേഹം ബലരാമനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് പേരിട്ടു രാമൻ. അത് കേട്ടപ്പോഴേ കുഞ്ഞിന് സന്തോഷമായി. കാരണം മുജ്ജന്മത്തിൽ ലക്ഷ്മണനായി ജനിച്ചപ്പോഴും മരണപ്പെട്ട സമയത്ത് പോലും ഞാൻ മുമ്പേ പറഞ്ഞു, അദ്ദേഹം രാമമന്ത്രം ജപിച്ചാണ് മരിച്ചത്. ആ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, സന്തോഷമായി. പിന്നെ ഏറ്റവും വലിയ ബലവാനായതുകൊണ്ട് അദ്ദേഹത്തിനെ ബലരാമൻ എന്ന് തന്നെ വിളിച്ചു. വലിയ ബലവാനാണ്. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത് കലപ്പയും ഗദയുമാണ്, 2 പ്രധാന ആയുധങ്ങൾ. കലപ്പ എന്തിനെ സിംബലൈസ് ചെയ്യുന്നതാണ്? എന്തിനെയാണ് കലപ്പ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൃഷിയല്ലേ? ഈ കലപ്പ കൃഷിയെ, മണ്ണിനെ ഉഴുതുമറിച്ച്, അത് നമുക്കറിയാം. ശരിയായ കലപ്പ, പഴയ തടി കൊണ്ടുള്ള കലപ്പ കൊണ്ട് ഉഴുതു പോകുമ്പോൾ നമുക്കറിയാം മണ്ണിന് അല്പം പോലും വേദന അനുഭവിക്കാത്ത രീതിയിലാണ് അതിങ്ങനെ ഉഴുതുമറിച്ച് പോകുന്നത്. ആ മണ്ണ് മറിയുന്നത് കാണാൻ തന്നെ ഒരു രസമുണ്ട്, അത് കണ്ടിട്ടുള്ളവർക്കറിയാം. അതാണ് കലപ്പ. പക്ഷെ അതിൻ്റെ ശക്തിയോ, ഏത് കഠിനമായ തലങ്ങളെയും അത് കീറിമുറിച്ച് അത് പാകപ്പെടുത്തി അവിടെ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കലപ്പ. കർഷകന്റെ ആയുധമാണ്. അതുകൊണ്ടാണ് ബലരാമന്റെ ജയന്തിയെ ഭാരതീയ മസ്ദൂർ സംഘ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നു. അങ്ങനെ കാർഷിക മേഖലകളിൽ കൃഷിയില്ലെങ്കിൽ എന്തില്ല? ഭക്ഷണമില്ല. ഉണ്ടോ? ഇല്ലെങ്കിൽ എന്തില്ല? ജീവിതമില്ല. അപ്പം നമ്മുടെ ജീവിതോപാധിയായ ഭക്ഷണത്തെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഭൂമിയിൽ
കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കർഷകനായിട്ടാണ് ബലരാമൻ ജനിക്കുന്നത്. അവിടെ കൊണ്ട് തീർന്നോ? നമ്മളിവിടെ കണ്ടു ബലരാമന്റെ ജനനം മുതൽ കണ്ട അത്ഭുതങ്ങൾ, ജനനം മുതൽ കണ്ട സാംസ്കാരിക അടിത്തറകൾ, ശാസ്ത്രീയമായിട്ട് ഇന്ന് നമ്മൾ കണ്ടെത്തിയ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രം കണ്ടെത്തിയ ശാസ്ത്രീയ തത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ ജനനത്തിൽ നമ്മൾ കണ്ടു. മോശമാണോ ബലരാമൻ? ഭഗവാന്റെ അവതാരങ്ങളിൽ എന്നാൽ ഏറെ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടില്ല, ഏറെ ക്ഷേത്രങ്ങളോ ആരാധനകളോ ഇല്ലാതെ പോയിട്ടുള്ള ഒരവതാരമാണ് ബലരാമൻ്റെത്. ഏറെ ക്ഷേത്രങ്ങളില്ല. ഇപ്പോൾ വിഷ്ണു ക്ഷേത്രങ്ങൾ, ശിവക്ഷേത്രങ്ങൾ, ബ്രഹ്മാവിനും ഏറെ ക്ഷേത്രങ്ങളില്ല, വളരെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ശിവപുരാണത്തിൽ പറയുന്നൊരു കഥയൊക്കെ ഉണ്ട്, അത് വേറെ കഥയാണ്. അപ്പോൾ അങ്ങനെ അധിക ക്ഷേത്രങ്ങളില്ലെങ്കിലും ബ്രഹ്മദേവന് ഞാൻ പറഞ്ഞു, ഭാരതത്തിന് പുറത്തു വരെ ക്ഷേത്രങ്ങൾ ഇദ്ദേഹത്തിന് ബലരാമനുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. വ്യാപകമായിട്ടില്ല എന്ന് മാത്രമേ. നോർത്തിലൊക്കെ ഒരുപാട് ബലദേവ ടെമ്പിൾസ് ഉണ്ട്. ഇനി ജൈനമതക്കാർക്ക് അവർ വിശ്വസിക്കുന്ന ഒരു ദേവനാണ് ബലരാമൻ, അവർക്കുണ്ട് ക്ഷേത്രങ്ങൾ. ഇനി മറ്റൊരിടത്ത് പറയുന്നുണ്ട് എട്ടാമത്തെ അവതാരം, മറ്റൊരു വിഭാഗം സമൂഹം പറയുന്നവരാണ്, പണ്ഡിതർ പറയുന്നവരാണ്, എട്ടാമത്തെ അവതാരം ശ്രീകൃഷ്ണനാണെന്നും ഒമ്പതാമതായിട്ടാണ് ബലരാമൻ ജനിച്ചതെന്നും അത് ബലരാമനല്ല അത് ബുദ്ധനാണെന്നും പറയുന്നു. അങ്ങനെ ബുദ്ധമത വിശ്വാസികൾ പറയുന്നു. ബുദ്ധൻ എന്ന് പറയുമ്പോൾ, ബുദ്ധമതം എന്ന് പറയുമ്പോൾ ഒരു മതമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊരു തത്വമാണ്, അതൊരു ജീവിത ശൈലിയാണ്. വളരെ ബൗദ്ധികമായി ഉയർന്ന് ചിന്തിക്കുന്ന, ആധ്യാത്മികമായി ചിന്തിക്കുന്ന, വേദാന്തികമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഈ ബുദ്ധമതക്കാരെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പുരാണങ്ങളിൽ ഇങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ ഇങ്ങനെ കഥകളിൽ പറയുന്നുണ്ട്. അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഗർഗ മഹർഷി പേര് നൽകി. രണ്ടുപേർക്കും അതീവ രഹസ്യമായിട്ട് നന്ദഗോപരുടെ വീട്ടിൽ വെച്ച്, യശോദാമ്മയുടെ മുന്നിൽ വെച്ച് വളരെ രഹസ്യമായിട്ട് രണ്ടുപേർക്കും പേരിട്ടു. അങ്ങനെ വിട്ടു. അതിനുശേഷം ബലരാമൻ കാണിച്ചിട്ടുള്ള ഓരോ പ്രത്യേകതകളും, ജനനത്തിൽ പോലും ഞാൻ പറഞ്ഞതുപോലെയുള്ള ഇങ്ങനെയുള്ള ചില ഘടകങ്ങളുണ്ട്. ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ വിട്ട് ഒരു കാര്യങ്ങളിലും ഒരു പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നില്ല. അതിന് കൃഷ്ണൻ പറഞ്ഞാൽ പോലും. ഇതാണ് ഏറ്റവും വലിയൊരു സവിശേഷത. അദ്ദേഹം ഇങ്ങനെ വളർന്നു വന്നു. കുറേ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചു. കഴുത രൂപത്തിൽ ഒരു അസുരൻ വന്നു. കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തല്ലിക്കൊന്ന് കളഞ്ഞു. ഇങ്ങനെ കുറേ നിഗ്രഹങ്ങളൊക്കെ നടത്തി യുവത്വത്തിലൊക്കെ എത്തി. ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്യമന്തകം മണിയുടെ കഥ അല്ലേ? സത്രാജിത്തും പ്രസേനനും രണ്ട് സഹോദരങ്ങളാണ്. സത്രാജിത്ത് സൂര്യനെ ഭജിച്ച് തപസ് ചെയ്ത് സൂര്യനിൽ നിന്ന് നേടിയെടുത്ത ഒരു രത്നമാണ് സ്യമന്തകം. അതിന് സൂര്യ തേജസ്സാണ്. ഈ സ്യമന്തകം മണി ഇരിക്കുന്നിടത്ത് ധാരാളം ഐശ്വര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അനുദിനം സ്വർണ്ണ നാണയങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കും. അവിടെ നാശങ്ങളില്ല, ശാപങ്ങളില്ല, ദുഃഖങ്ങളില്ല. നമ്മളിന്ന് കാണുന്ന തരത്തിലുള്ള ദുരിതങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സ്യമന്തകം മണി എന്ത് ചെയ്യണം? കൃഷ്ണഭഗവാൻ ചെന്ന് പറഞ്ഞത്, ഞാൻ രാജാവിനെ ഏൽപ്പിക്കാം. കൃഷ്ണനും ബലരാമനും കൂടെ, ബലഭദ്രനും രണ്ടുപേരും കൂടെ ചെന്ന് ചോദിച്ചു. എവിടെ കൃഷ്ണനുണ്ടോ അവിടെയെല്ലാം ബലരാമനുണ്ട്.
കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ തരത്തില്ല, ഇത് തരാനുള്ളതല്ല, ഇത് എൻ്റെ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ തന്നെ സൂക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം തൻ്റെ സഹോദരനായ പ്രസേനജിത്ത് അല്ലെങ്കിൽ പ്രസേനൻ ചെന്ന് ചോദിക്കുന്ന, ആ മണി ഇങ്ങോട്ടും തന്നെ ഞാനൊന്ന് കഴുത്തെ കെട്ടിക്കൊണ്ട് പോട്ടെ, വേട്ടയ്ക്ക് പോവാന്ന്. അങ്ങനെ അത് കഴുത്തെ കെട്ടി തൂക്കിക്കൊണ്ട് വേട്ടയ്ക്ക് പോയി. സൂര്യപ്രഭയാണല്ലോ പോകുന്നിടത്തെല്ലാം. ഈ രത്നം, സ്യമന്തകം, കൗസ്തുഭം, ഇതൊക്കെ ഇങ്ങനെ ശ്രീവാസുദേവന്റെ വക്ഷപ്രദേശി ശ്രീവത്സ സൽ കൗസ്തുഭ ശ്രീവിശങ്കം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ വരുന്ന വഴിയിൽ തന്നെ അതിങ്ങനെ അതിൻ്റെ ശോഭ ഇങ്ങനെ അടിച്ച് വരുമെന്നാണ്. ശ്രീകൃഷ്ണനെ കണ്ടാൽ ആരും ആദരിക്കരുത്, എഴുന്നേക്കരുത് എന്ന് പറഞ്ഞ സദസ്സിൽ ദുശാസന, നീയും ഓർത്തോണം, ഈ ശാസനത്തെ നീ ഏറ്റില്ലെങ്കിൽ, ചെയ്തില്ലെങ്കിൽ, പാലിച്ചില്ലെങ്കിൽ നിനക്കുകൊണ്ട് ശിക്ഷ, ഓർത്തോണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പഠിപ്പിച്ചൊക്കെ വെച്ചോണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണഭഗവാൻ ഇങ്ങനെ വരുന്നത്. ഈ വരുന്ന രൂപം ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ പീതാംബരം കെട്ടി വാലിട്ടുടുത്തും ചേതോഭിരാമം കിരീടം ധരിച്ചും ഒക്കെ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ദുഷ്ടനായ ധൃതരാഷ്ട്രർ തന്നെ പീഡത്തോടുകൂടി അങ്ങ് മറിഞ്ഞു വീണു. പീഡാകൃതോസവും മറിഞ്ഞങ്ങ് വീണാനെന്നാണ് പറയുന്നത്. അങ്ങ് വീണു. പിന്നെ വീഴാതിരിക്കും. പിന്നെ അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എണീക്കാതിരിക്കുമോ? അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ രത്നങ്ങളുടെ പ്രത്യേകത. അപ്പം അങ്ങനെ ഈ സെമന്തകം മണി കെട്ടിക്കൊണ്ട് പ്രസേനൻ കാട്ടിൽ പോകുന്നു. കാട്ടിൽ പോയി ഇങ്ങനെ വേട്ടയാടി പോകുന്ന കൂട്ടത്തിൽ ഒരു സിംഹം കാണുന്നു. ഇതെന്തോടാ, സൂര്യൻ ഉദിച്ചു വരുവാണോ എന്ന് പറഞ്ഞ് ഓടി വന്ന് നോക്കിയപ്പോൾ സൂര്യനല്ല, സൂര്യപ്രഭയുള്ള ഒരു രത്നമാണ്. ഇതെന്താ ഇവൻ കൊണ്ട് നടക്കുന്നത്? ഇത് വേണ്ട, എനിക്ക് വേണമെന്ന് പറഞ്ഞ് സിംഹം പ്രസേനനെ തല്ലിക്കൊന്ന് ഈ മണിയും വലിച്ചു പറിച്ചെടുത്തുകൊണ്ട് പോയി. ആർക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഞാനങ്ങ് അഡ്വാൻസ് ആയിട്ട് കഥ പറയുകയാണ്. ഇതിങ്ങോട്ട് സിംഹം ഇങ്ങനെ പോകുന്ന വഴിക്ക് എന്ത് പറ്റി? ജാമ്പവാൻ ഇങ്ങനെ വരുവാ. നോക്കിയപ്പോൾ സിംഹത്തിൻ്റെ കയ്യിലിരിക്കുന്നു ഇങ്ങനെ ഒരു രത്നം, സൂര്യനുമായിട്ടിരിക്കുന്നു. ജാമ്പവാനും വന്ന് ഈ സിംഹത്തെ തല്ലിക്കൊന്ന് കളഞ്ഞിട്ട് ഇതും കൊണ്ടുപോയി. ഇതും കൊണ്ടുപോയി ഈ വാനര ബാലന്മാർക്ക് കളിക്കാൻ കൊടുത്തു. അപ്പോഴാണ് നമ്പ്യാർ വളരെ രസകരമായി പറഞ്ഞ്, കേട്ടിയില്ലയോ കിഞ്ചന വർത്തമാനം, നാട്ടിൽ പൊറുക്കാൻ എളുതല്ല അല്ലേ? നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത പോലുള്ള വർത്തമാനങ്ങളാണ്, നുണപ്രചരണങ്ങളാണ് നടക്കുന്നത്. എന്താ നുണയുടെ പ്രത്യേകത? സത്യവും നുണയും കൂടെ ലോകം ചുറ്റാനായിട്ട് യാത്രയ്ക്ക് പുറപ്പെട്ടപ്പോൾ നുണ പോയി, സത്യം പോയി പതുക്കെ ചെരുപ്പെടുത്തിട്ടിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് നുണ ലോകം ചുറ്റി തിരിച്ചു വന്നു കഴിഞ്ഞു. ഇതാണ് നുണയുടെ പ്രത്യേകത. ഇതാണ് വേഗം പ്രചരിക്കുന്നത്. അതുകൊണ്ട് സത്യം ചെരുപ്പിട്ടപ്പോഴത്തേക്ക് നുണ പ്രചരിച്ച് വന്നു പോയി ലോകം ചുറ്റി വന്നെങ്കിൽ അതിൻ്റെ എത്ര പെട്ടെന്ന് പരക്കുമെന്ന് ആലോചിക്കുക. യദുകുലമാകെ പരന്നു, ആകെ നാണക്കേടായി. എന്താ പറയുന്നത്? വേട്ടയ്ക്ക് പോയാൻ ഒരു യാദവൻ വേട്ടയ്ക്ക് ഈ രത്നവുമായിട്ട് പോയപ്പോൾ ഈ പ്രസേനനെ കൊന്നിട്ട് ഈ രത്നവും കൊണ്ടുപോയി. കൃഷ്ണഭഗവാൻ അദ്ദേഹത്തിന് നേരത്തെ ഇതിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് തട്ടിക്കൊണ്ട് പോയി. കള്ളത്തരം കൊച്ചിലേ കാണിച്ചിട്ടുള്ള കള്ളനാണ്. യശോദാമ്മയെ പറ്റിച്ചിട്ട് വെണ്ണ കട്ട് തിന്നിട്ടുണ്ട് ഇല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരത്തിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ തന്നെയായത് കട്ടതെന്ന് പറഞ്ഞ് നാട് മുഴുവൻ അങ്ങോട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചു. കൃഷ്ണന് വലിയ സങ്കടമായി. ഇത് തെളിയിക്കണമല്ലോ. അദ്ദേഹം തന്നെ പുറപ്പെട്ടു, സെമന്തകരത്നം തേടി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി കാട്ടിലുടനീളം നടന്നു നോക്കിയപ്പോൾ ദാ കിടക്കുന്നു. വിഘടിത ജഠരാന്തരത്തിൽ നിന്നും കുടലുകൾ ചാടി വെളിക്ക് വീണിരുന്നു. വിശാല വക്ഷസ്ഥലം അവഗാഢതരം പിളർന്നിരുന്നു. നെഞ്ച് പിളർന്ന് കിടക്കുന്നു. വിഘടിത ജഠരാന്തരത്തിൽ നിന്നും കുടലുകൾ ചാടി വെളിക്ക് വീണ് കിടക്കുന്നു. കസവളി തിരളുന്നു തൊപ്പിയൂരി തലയോട് ചേർന്ന് അരികിൽ കിടന്നിരുന്നു.
സുരുചിരത കലർന്ന വില്ലുമമ്പും കരയുക സന്നിധിയിൽ പതിച്ചിരുന്നു. കേശവീയത്തിൽ കെ.സി. കേശവൻ എത്ര മനോഹരമായിട്ടത് പറയുന്നു, ചിത്രം വരച്ച് കാണിച്ചിരിക്കുന്ന പോലെ. അതിനേക്കാൾ ഏറ്റവും പ്രഗത്ഭമായി അവസാനം പറയുന്നത്, അധരയുകളമൽപ്പമായി വിടർന്നിട്ട് ഇടയിൽ വിളങ്ങിന ദന്തപങ്ക്തി കണ്ടാൽ അധിക ചപലമായ മർത്യജന്മസ്ഥിതിയെ നനച്ചു ഹസിക്കുന്നു തോന്നും. അധിക ചപലമായ മർത്യജന്മം, ഇതിൻ്റെ ഈ അവസ്ഥയെ ഓർത്ത് ചിരിക്കുകയാണെന്ന് തോന്നും, നമ്മളെ നോക്കി പരിഹസിക്കുകയാണെന്ന് തോന്നും. പ്രസേനൻ്റെ അധരങ്ങൾക്കിടയിലൂടെ കാണുന്ന ദന്തപങ്ക്തിയിലേക്ക് നോക്കിയാൽ ആരും ഒരു പ്രാവശ്യം പോലും നോക്കാൻ ഇഷ്ടപ്പെടാത്ത ആ പൈശാചികമായ രംഗം കണ്ടിട്ട് ഭഗവാൻ ഇങ്ങനെ നോക്കിയിട്ട് ഭഗവാൻ പോലും പ്രകൃതിയുടയ സാമ്പരീ വിലാസം ദൃഢമറിയുന്നവനെങ്കിലും മുകുന്ദൻ ചടുതികളതലേ തടഞ്ഞ ബാഷ്പോൽ ഗമമൊടു നിന്ന നിലയ്ക്ക് നിന്നുപോയി. ഭഗവാൻ പോലും സ്തബ്ധനായി നിന്നുപോയി. കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി മധ്യേ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ നിന്ന് അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ നോക്കി നിന്നുപോയി. സൂക്ഷ്മമായി പരിശോധിച്ചു, ശമന്തകമണി ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം ദൃഷ്ടിയിൽപ്പെട്ടു. ഒരു സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടിട്ട് അദ്ദേഹം ആ പാടുകൾ ഇങ്ങനെ ഫോളോ ചെയ്തു. അതിനെ പിന്തുടർന്ന് ചെന്നപ്പോൾ ഇതാ കിടക്കുന്നു സിംഹവും ശവമായിട്ട് ഒരു കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നു. ചേടാ, ഇതിനി എന്ത് ചെയ്യും? സിംഹത്തിനെ പരിശോധിച്ചു, അവിടെയില്ല ശമന്തകമണി. അപ്പോഴാണ് ഒരു വാനരൻ്റെ കാൽപ്പാട് കാണുന്നത്. ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ചെന്നപ്പോൾ ഒരു ഗുഹ കണ്ടു. ആ ഇരുണ്ട ഗുഹയ്ക്കുള്ളിലേക്ക് ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നവരെ പുറത്തു നിർത്തി കടന്നു ചെന്നപ്പോൾ ഒരു വാനരബാലൻ ഇങ്ങനെ ശമന്തകമണി വെച്ച് കളിക്കുന്നു. സൂര്യശോഭയുള്ള രത്നമല്ലേ, ദൂരെ നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. ഭഗവാൻ ചെന്നു ചോദിച്ചു, കൈനീട്ടി, മോനെ അതിന് തരാൻ പറഞ്ഞു. ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞാൽ ഓടി. വാനരബാലൻ ഓടിച്ചെന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു, അതാരാണ്? ജാമ്പവാന്റെ കുട്ടിയാണ് ഇരുന്ന് കുഞ്ഞ്. ജാമ്പവാൻ ചാടി വന്നു, കണ്ണുമടച്ച് ചാടി വന്ന്, ആരാണ് എൻ്റെ കുഞ്ഞിനെ ആക്രമിക്കാൻ വന്നത്? ആരാണ് എൻ്റെ ശമന്തകമണി തട്ടിപ്പറിക്കാൻ വന്നത്? ആരാണെന്ന് നോക്കാതെ ജാമ്പവാൻ ആക്രമണമെന്ന് തുടങ്ങി. ഭഗവാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ജാമ്പവാനെ കൊല്ലാനൊക്കുമോ? രാമഭക്തനായ ജാമ്പവാനെ, തൻ്റെ സ്വന്തം ഭക്തനല്ലേ. ഭഗവാൻ ഒഴിഞ്ഞും തിരിഞ്ഞു ഇങ്ങനെ നിന്നു. ദിവസങ്ങളോളം നീണ്ടു നിന്നുമാണ് ആ യുദ്ധം. ആ യുദ്ധത്തിനൊടുവിൽ ജാമ്പവാൻ കണ്ണു തുറന്നു നോക്കി, എനിക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്ത ആരാണ് ഇത്ര ശക്തൻ? ഇതാരാണ് എനിക്ക് തോൽപ്പിക്കാൻ കഴിയാത്തവനെന്ന് കണ്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അദ്ദേഹം രാമരൂപത്തിൽ ദർശനം നൽകി. ശ്രീരാമരൂപത്തിൽ ദർശനം കിട്ടിയപ്പോൾ ജാമ്പവാൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് പാദങ്ങളിൽ നമസ്കരിച്ച് തൊഴുത്, ഭഗവാനെ ക്ഷമിക്കണം, അങ്ങായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ശമന്തകമണി വാനരബാലൻ്റെ കയ്യിൽ നിന്ന് എളുപ്പം കൊണ്ടുവന്ന് ഭഗവാന് കൊടുത്തെന്ന് മാത്രമല്ല, താൻ ചെയ്ത അപരാധത്തിന് ഒരു പ്രത്യുപകാരം ചെയ്യണ്ടേ, ഒരു മാപ്പപേക്ഷ വേണ്ടേ? ആ അപരാധത്തിൻ്റെ മാപ്പപേക്ഷയായിട്ട് അദ്ദേഹം ജാമ്പവാന്റെ പുത്രിയായ ജാമ്പവതിയെ വിളിച്ചുകൊണ്ട് വന്ന് ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ഭഗവാനും കൂടെ പോയവരും ജാമ്പവതിയും ശമന്തകവുമായി സത്രാജിത്തിൻ്റെ മുന്നിൽ വന്നിത് കാണിച്ചപ്പോൾ മനസ്സിലായി, താൻ പറഞ്ഞുണ്ടാക്കിയ കഥ വളരെ മോശമായിപ്പോയി. നാട് മുഴുവൻ യദുകുലമാകെ പ്രചരിച്ചിരിക്കുന്നു ഈ കഥ. ഭഗവാനെ ആക്ഷേപിച്ചു ഞാൻ ഇനി എന്ത് പ്രായശ്ചിത്തം ചെയ്യണം? അങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ സത്യഭാമ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുത്രിയെ, സത്യഭാമയെ ഭഗവാൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു, മാപ്പപേക്ഷിക്കുന്നു. അവിടെ നിന്നും സത്യഭാമയോടൊപ്പം അദ്ദേഹം ശമന്തകമണി അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ജാമ്പവതിയും എല്ലാമായിട്ട് തിരിച്ച്
പോകുന്നു. ഇതൊരു കഥ. വീണ്ടും സെമന്തകമണി മോഷണം പോകും. ഇത്ര ദിവ്യമായ സാധനമല്ലേ? വീണ്ടും ഇത് മോഷണം പോകുന്നു. ഈ പേരുകൾ ചിലത് മറന്നുപോകും. അതിൽ ഞാൻ എവിടെയോ പേരുകൾ എഴുതി വെച്ചിരുന്നു, മറന്നുപോയി. ഒരു വർമ്മൻ എന്ന് പറയുന്നൊരു വ്യക്തി, അക്രൂരൻ, ഇവരുടെ ഒരു കോക്കസുണ്ട്. ഇവരുടെ ഒരു കൂട്ടം 2-3 ആളുകൾ ചേർന്നിട്ടുള്ള എല്ലായിടത്തും ഉണ്ടല്ലോ ഒരു കോക്കസ്, എല്ലായിടത്തും ഉണ്ടാകുമല്ലോ. അതുപോലെ ഇവർ കേട്ടില്ല. കൃതകർമാവ്, സോറി, അമ്മയ്ക്ക് പ്രണാമം, കൃത്യമായി പേര് പറഞ്ഞു തന്നു. കൃതകർമാവും അക്രൂരനും കൂടി ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തെ കൊണ്ടുപോയി. ഇദ്ദേഹത്തിന് നമ്മുടെ സെമന്തകമണിയുടെ ഉടമസ്ഥത കൈവശപ്പെടുത്തി വെച്ചിരുന്ന ആളിനെ കൊന്ന് സെമന്തകമണിയുമായിട്ട് ഇവർ രണ്ടുപേരും, ഒരു കൃതകർമാവും അക്രൂരനും കൂടെ പലായനം ചെയ്യും. ഇവരീ പോകുന്ന പോക്കിൽ പോയി എന്നറിഞ്ഞപ്പോൾ ഭഗവാൻ വന്നു, ബലരാമസമേതം വന്നു. അദ്ദേഹത്തിന് മനസ്സിലായി എങ്ങനെയാണിത് പോയതെന്നുള്ള കാര്യം മനസ്സിലായി. കൃതവർമാവ് പലായനം ചെയ്തല്ലോ എന്ന് കരുതി കൂടെ പാഞ്ഞു രഥത്തിൽ. മറ്റേ കൃതവർമാവ് കുതിരപ്പുറത്ത് പാഞ്ഞു, ഇവർ രഥത്തിൽ പാഞ്ഞു. വഴിക്കിട്ട് പിടിച്ചു. മിഥിലയിൽ വെച്ച് പിടികൂടി കൃതവർമ്മനെ വധിച്ച് പരിശോധിച്ചു. ഇപ്പോൾ ബലരാമനാണ് വധിക്കുന്നത്. വധിച്ചിട്ട് ഭഗവാൻ പരിശോധിച്ചു, കൃതവർമ്മൻ്റെ കയ്യിലില്ല. കൃതവർമ്മൻ്റെ കയ്യിൽ സെമന്തകമില്ല. ഇവിടെ വെച്ച് ഭഗവാനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. ബലരാമൻ പറഞ്ഞു, ഇതിലെന്തോ ഒരു അധർമ്മം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വരുന്നില്ല തിരിച്ചെന്ന് പറഞ്ഞ് നേരെ മിഥിലയിൽ പോയി അവിടെ തങ്ങി. കുറേ മാസങ്ങൾ അവിടെ തങ്ങി, വർഷങ്ങൾ, 6 വർഷത്തോളം തങ്ങി. ഭഗവാൻ തിരിച്ചു വന്നിട്ട് ലക്ഷണം വെച്ച് മനസ്സിലായി ഇത് അക്രൂരൻ്റെ കയ്യിലുണ്ടാകുമെന്ന് ഭഗവാന് മനസ്സിലായി. ദിവ്യജ്ഞാനത്തിലൂടെ അക്രൂരനെ വിളിച്ചു വരുത്തി സഭയിൽ വെച്ച് വിസ്തരിച്ചു. അക്രൂരൻ കുറ്റം സമ്മതിച്ചു. ഇപ്പം അങ്ങനെ ഒരുപാട് കുറ്റസമ്മതങ്ങൾ നടക്കുന്നുണ്ട്. കുറ്റം സമ്മതിച്ചവരൊക്കെ കാരാഗ്രഹത്തിനുള്ളിൽ പോകുന്നുണ്ട്. അതുപോലെ സംഭവിച്ചു. അക്രൂരനോട് പറഞ്ഞു, നീ തന്നെ ഇത് വെച്ചോ, എനിക്ക് വേണ്ട, പക്ഷേ നീ ഇത് കാണിച്ച് വൃത്തികേടായിപ്പോയി എന്നെല്ലാം പറഞ്ഞിട്ട് അക്രൂരനെ രത്നം വെപ്പിച്ചിട്ട് ഭഗവാൻ പോകുന്നു. ഈ മിഥിലയിൽ 6 വർഷം താമസിച്ചപ്പോൾ ബലരാമനെയാണ് ദുര്യോധനെ ഗദായുദ്ധം പഠിപ്പിക്കുന്നത്. അപ്പൊ കൗരവപക്ഷത്തുള്ള ദുര്യോധനെ ഗദായുദ്ധം പഠിപ്പിച്ച് ഗദയുടെ അഭ്യാസം മുഴുവൻ പഠിപ്പിച്ചത് ആരാ? ബലരാമൻ. ബലരാമൻ ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്? ബന്ധം വെച്ച് നോക്കുമ്പോൾ പാണ്ഡവപക്ഷത്ത് നിൽക്കേണ്ട ആളാണ്. പക്ഷെ ബലരാമൻ നിന്നില്ല. ഭീമനെയും ഈ ഗദായുദ്ധം പഠിപ്പിച്ചതാരാ? ബലരാമൻ. അപ്പം രണ്ടുപേരുടെ ഗുരുവാണ്. പാണ്ഡവപക്ഷത്തെ ഭീമന്റെയും കൗരവപക്ഷത്തെ ദുര്യോധനന്റെയും ഗുരുവാണ് ബലരാമൻ. എന്താ ബലരാമന്റെ പ്രസക്തി ആലോചിച്ച് നോക്കൂ. ഈശ്വരാവതാരങ്ങൾ നിസ്സാരമായി കാണാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? രണ്ടുപേരുടെയും ഗുരുവാണ്. ബലരാമനൊരു തത്വമുണ്ടായിരുന്നു. ബലരാമനൊരു, ഞാൻ പറഞ്ഞൊരു നിഷ്ഠയുണ്ടായിരുന്നു. തൻ്റെ മോറൽസ് വിട്ട് ഒരു കാര്യം ചെയ്യില്ലായിരുന്നു. അനാവശ്യമായി ഹിംസ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല.
അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധത്തിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രസക്തി കൊടുത്ത മഹാഭാരതത്തിനകത്ത് ഭാരത യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ ബലരാമന്റെ പേര് മാത്രം വരുന്നില്ല. ഇത്രയും ശക്തനായ ബലരാമൻ, ഒരു കയ്യിൽ ഹലം കലപ്പ, ഒരു കയ്യിൽ ഗദ. ഹലത്തിൻ്റെ പ്രത്യേകത എന്താ? ഇതിനിടയ്ക്ക് വെച്ച് ഇങ്ങനെ വളർന്നു വരുമ്പോഴാണ് സാമ്പൻ്റെ സാമ്പനെ പിടിച്ച് ബന്ധിക്കുന്നത്. കൗരവപക്ഷം പിടിച്ച് ബന്ധിക്കുമ്പോൾ മോചിപ്പിക്കാനായിട്ട് പോകുന്നു ബലരാമൻ. ഇപ്പം മോചിപ്പിക്കണമെന്ന് പറഞ്ഞു അല്ലേ? അവിടെ സ്വയംവരം നടക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോഴാണ് പിടിച്ച് അകത്തിട്ട കൗരവപക്ഷത്തു നിന്ന് ഒരുത്തം വന്നിരിക്കുന്നത്, പാണ്ഡവപക്ഷത്തു നിന്ന് സാമ്പൻ ഇവനെ പിടിച്ച് അകത്തിടാൻ പറഞ്ഞു, കൂട്ടി. ബലരാമൻ ചെന്നു, തുറന്നു വിടറാമെന്ന് പറഞ്ഞു, വിടത്തില്ലെന്ന് പറഞ്ഞു. ബലരാമൻ ഹലായുധം കൊണ്ടുപോയിട്ട് യമുനെ തടഞ്ഞു നിർത്തി അല്ലേ? ഹസ്തിനപുരത്തിൻ്റെ പരിധിയിൽ മതിലിനുള്ളിൽ ചാരി അവിടെ വെച്ചു. ഹസ്തിനപുരത്തെ വലിച്ച് ഞാനിപ്പോൾ കൊണ്ട് കളയുമെന്ന് പറഞ്ഞു. ഹസ്തിനപുരം ഇല്ലാതാക്കുമെന്ന് ഭയന്നിട്ട് അത് ചലിക്കാൻ തുടങ്ങിയപ്പോൾ ഹലത്തിൻ്റെ ശക്തി, ഹലായുധൻ്റെ ഹലം, ഈ കലപ്പയുടെ ശക്തി തിരിച്ചറിഞ്ഞപ്പോൾ ദുശാസനും ദുര്യോധനനും ഉൾപ്പെടെ, ഭീഷ്മർ ഉൾപ്പെടെ എല്ലാ പ്രധാനികളും കൗരവപക്ഷത്തുള്ളവർ പോയി കാലേ വീണ് തൊഴുത് ക്ഷമ പറഞ്ഞു. ക്ഷമ പറഞ്ഞിട്ട് സാമ്പനെ മോചിപ്പിച്ചു വിട്ടു. അതാണ് ഈ കലപ്പയുടെ ശക്തി. ഈ കലപ്പയും ഗദയുമായിട്ടാണ് നടക്കുന്നത്. ഇത്രയും ശക്തമായ രണ്ട് ആയുധങ്ങളും ഇത്രയും ബലവാനുമായിട്ടുള്ള ബലരാമൻ മഹാഭാരത യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ഈശ്വരാവതാരമാണ്, പാണ്ഡവപക്ഷവുമായിട്ടാണ് ബന്ധം. പക്ഷേ കൗരവപക്ഷത്ത് ഗുരുവാണ്. അപ്പൊ എൻ്റെ രണ്ട് ശിഷ്യന്മാർ തമ്മിൽ പോരാടുമ്പോൾ ഞാൻ ആരുടെ പക്ഷം നിൽക്കും? ഒരു നീതി വേണ്ടേ? അതായിരുന്നു ഹലായുധൻ്റെ നീതി, ബലരാമൻ്റെ നീതി. രണ്ടു പക്ഷത്തും നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു തീർത്ഥയാത്ര പോവുകയാണെന്ന് പറഞ്ഞു, അതിനും കാരണമുണ്ട്. അതിനും ഒരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞു, ഭാരതത്തിലെ കഥകൾ, മഹാഭാരതത്തിലെ കഥകൾ തമ്മിലുള്ള ബന്ധങ്ങൾ. ബലരാമന് ഒരു ബ്രഹ്മഹത്യാ പാപമേക്കുന്നുണ്ട് ഇല്ലേ? ഋഷിമാരോടൊപ്പം സൂതനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഋഷിമാരെല്ലാം ഹലായുധനിങ്ങനെ ഒരല്പം കിക്ക്, അദ്ദേഹം ഈ കൃഷി പണി കഴിഞ്ഞാൽ വൈകുന്നേരം തെങ്ങിൽ നിന്നും സുരാപാനം നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിച്ചിരി കിക്കായിട്ടൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് പോവുകയായിരുന്നു അല്ലേ? രേവതി എന്ന് പറയുന്ന ഭാര്യയാണ്. രേവതിയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ ചരിത്രം അത് വേറൊന്നാണ്. എത്ര പറഞ്ഞാലും തീരാത്ത പോലെ പ്രാധാന്യമുള്ള ഒരു ഈശ്വരീയ അവതാരം തന്നെയാണ് ബലരാമൻ. രേവതിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്, അതുപോലെ രേവതിയുടെ പിതാവും രേവതിക്ക് പറ്റിയ ഒരു വരനെ അന്വേഷിച്ച് ലോകം മുഴുവൻ നടന്നിട്ട് പറ്റാഞ്ഞ് ഇന്ദ്രലോകത്ത് പോയി. അവിടെ ചെന്ന് ബ്രഹ്മാവിനെ കാണുന്നു. ബ്രഹ്മാവിനെ കാണാൻ ചെന്നപ്പോൾ അത്ഭുതകരമായ കാഴ്ച കണ്ടു. പുഴകളും പർവ്വതങ്ങളും സമുദ്രവും ആകാശവും ഭൂമിയും എല്ലാം ബ്രഹ്മാവിനെ ഇങ്ങനെ ഭജിച്ച് നിൽക്കുന്ന രംഗം കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വലിയ കീർത്തന ആലാപനം നടന്നു, ഒരു കച്ചേരി നടന്നു. അത് കേട്ട് ആസ്വദിച്ചിരിക്കുന്ന ബ്രഹ്മാവ് പുറത്തു വരാതെ അദ്ദേഹത്തിനോട് കാര്യം പറയാൻ നോക്കൂ. അദ്ദേഹം പുറത്തു വന്നപ്പോഴത്തേക്ക് ബ്രഹ്മലോകത്തെ 1 മണിക്കൂർ കഴിഞ്ഞു. ഇറങ്ങി വന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് പറയുന്നത്, നിന്റെ 1 മണിക്കൂറല്ല ഇത്, 27 ചതുർയുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നിന്റെ ഭൂമിയിൽ. ബ്രഹ്മ ലോകത്തെ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു, നീ തിരിച്ചു വെക്കൂ. പക്ഷേ നീ പേടിക്കണ്ട, അവിടെ ഇങ്ങനെ കൃഷ്ണനും ബലരാമനും അവതാരം കൊണ്ടിട്ടുണ്ട്. ബലരാമന് നിന്റെ മകളെ രേവതിയെ വിവാഹം കഴിച്ചു കൊടുക്കണം. അങ്ങനെയാണ് തീരുമാനം. അങ്ങനെ രേവതിയെ വിവാഹം കഴിക്കാൻ വന്നപ്പോൾ രേവതിക്ക് ബ്രഹ്മലോകത്ത് പോയിട്ട് വന്നല്ലേ, അതിനു മുമ്പുള്ള 27 ചതുർയുഗങ്ങൾക്ക് മുമ്പുള്ള രേവതി ആകാശം മുട്ട വളർന്ന ഒരു പെണ്ണ്, ഇതിനെ എങ്ങനെ കല്യാണം കഴിക്കുന്നു? അപ്പോഴും ഈ കലപ്പയുടെ ശക്തി മനസ്സിലാക്കണം. ഈ കലപ്പയെടുത്ത് അതിൻ്റെ തലയിൽ വെച്ചപ്പോൾ അത് പതുക്കെ ചെറുതായി രേവതി ബലരാമൻ്റെ ശരീരത്തിനോടൊപ്പമായി അത്രമാത്രം രൂപലാവണ്യമുള്ളൊരു പെൺകുട്ടിയായിരുന്നു.
അതാണ് ഈശ്വരാവതാരങ്ങളുടെ പ്രത്യേകത. അങ്ങനെ രേവതിയെ വിവാഹം കഴിക്കുന്നു. ആ രേവതിയുമൊത്ത് ഇങ്ങനെ പോകുമ്പോഴാണ്, അല്പം സുരാപാനമൊക്കെ കഴിഞ്ഞ് പോകുന്ന കൂട്ടത്തിലാണ് ഋഷിമാരെല്ലാം കൂടി ഇരുന്ന് മുനിമാരിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെന്ന് കാനനത്തിനുള്ളിൽ ചെന്ന് കയറുമ്പോൾ സൂതൻ മാത്രം അവിടെ ഇരുന്നു. ബാക്കി ഋഷിമാരെല്ലാം എഴുന്നേറ്റ്, അയ്യോ ഇത് ഹലായുധനാണ്, ഇത് ബലരാമനാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നമസ്കരിച്ചു. തന്നെ ആദരിക്കാതെ ആരായിരിക്കുന്നതെന്ന് വിചാരിച്ചു. അത് മുനിയാന്നോ ആരോ ആയിക്കോട്ടെ, സൂതനെ അടിച്ചു കൊന്നു. സൂതനെ കൊന്നപ്പോഴത്തേക്ക് ബ്രഹ്മഹത്യ ഋഷിമാരെല്ലാം പലായനം ചെയ്തു. അവർക്ക് ഭയമായി, ഇത് വലിയ പാപമാണല്ലോ ചെയ്തത്. അങ്ങനെയാണ് ഹലായുധന് ബ്രഹ്മഹത്യാഭാവം കിട്ടുന്നത്. അതിൻ്റെ മോചനത്തിനായിട്ടാണ് തീർത്ഥയാത്ര പോകുന്നത്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? ഈ കഥകൾ തമ്മിലുള്ള ബന്ധങ്ങൾ നോക്കിയാണ് ഞാൻ പറഞ്ഞു. 10,000 കഥകളും അതിലേറെ കഥാപാത്രങ്ങളുള്ള മഹാഭാരതത്തിൻ്റെ ആ ഒരു വൃക്ഷത്തിൻ്റെ ശാഖകൾ പോലെ ഈ കഥകൾ ഇങ്ങനെ കിടക്കുകയും അതിനെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുകയും ഓരോ കഥയിലും വേദപ്രോക്ത തത്വങ്ങളെ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തിരിക്കുന്ന അത്ഭുതകരമായൊരു സൃഷ്ടിയാണ് മഹാഭാരതം. അതാർക്കും ഒരിക്കലും അത് നിരൂപിച്ച് തീർക്കാനോ പഠിച്ചു തീർക്കാനോ പറഞ്ഞു തീർക്കാനോ പറ്റത്തില്ല. അത്ര വ്യാപ്തമാണ്, അത്ര ഡെപ്തുള്ളതാണ്. നമുക്കറിയാം, തുറവൂർ വിശ്വംഭരൻ സാറൊക്കെ 3000 എപ്പിസോഡാണ് തുറവൂർ വിശ്വംഭരൻ സാർ മഹാഭാരതത്തെക്കുറിച്ച് TV ചാനലിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. 3000 എപ്പിസോഡ് പറഞ്ഞിട്ട് തീർന്നു. അദ്ദേഹം പോയി, അപ്പോഴും മഹാഭാരതം ബാക്കി നിൽക്കുക, അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആണ് തീർത്ഥയാത്രയ്ക്ക് പോയി. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാതെ പോയതിൻ്റെ കാരണം, ഒന്ന്, തൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ഒരു അവതാരമാണ് ബലരാമൻ. ആ മൂല്യത്തിന് കേട് പറ്റുന്ന തരത്തിൽ അകാരണമായി ഇത് കുരുക്ഷേത്ര യുദ്ധം പോലും ധർമാധർമ്മ യുദ്ധമാണെന്ന് പോലും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ കുരുക്ഷേത്രത്തിൽ ആളുകളെ കൊല്ലാനും ചോരയൊഴുക്കാനും അതുപോലെ തന്നെ ഹിംസ നടത്താനും അതുപോലെ തൻ്റെ 2 ഭാഗത്തും എൻ്റെ ശിഷ്യന്മാർ നിൽക്കുമ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാളെ കൊന്നാൽ മറ്റൊരാൾ നല്ലവനാവും. അങ്ങനെ ചെയ്യാനും ഒക്കെ പറ്റാത്ത ഒരവസ്ഥയിൽ തൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരവതാരം, ഇതുപോലൊരു അവതാരം വേറെ ഇല്ല. അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം തീർത്ഥാടനത്തിന് പോകുന്നു. 8 മണി വരെ അല്ലേ ഉള്ളൂ അല്ലേ? അങ്ങനെ തീർത്ഥാടനത്തിന് പോകുന്ന ബലരാമൻ തീർത്ഥാടനമെല്ലാം കഴിഞ്ഞ് ദ്വാരകയിൽ തിരിച്ചെത്തി. അവിടെ നിന്നും അമ്പാടിയിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് മുജ്ജൻ, ബാക്കി കഥകളെ നിങ്ങൾക്കറിയാം, ശാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ യദുകുലമാകെ അങ്ങോട്ടും ഇങ്ങോട്ടും മദ്യപാനമൊക്കെ ചെയ്ത് ഇന്നത്തെ പോലെ നമ്മുടെ സമൂഹം പോലെ തന്നെ മദ്യവും മയക്കുമരുന്നും ഉണ്ടാക്കുന്ന വിപത്തിനെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. കാലം ഇന്നോളം കണ്ടിട്ടില്ലാത്ത അത്രമാത്രം അപകടകരമായൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മദ്യമുണ്ടാക്കുന്ന കുഴപ്പം മാത്രമല്ല, ഇന്നുണ്ടാകുന്ന ലഹരികൾ, ലോകത്ത് കേട്ടുകേഴ്വിയില്ലാത്ത ലഹരി മരുന്നുകളാണ് ഇന്ന് വ്യാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡോക്ടർ പറഞ്ഞത്, കഴിഞ്ഞ ഒരു ദിവസം MDMA കഴിച്ചിട്ട് വന്ന ഒരാൾക്ക് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് അതേ രീതിയിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് അടുത്ത ഒരാൾക്ക് അത് ഫലിച്ചില്ല. കാരണം അന്വേഷിച്ച് ചെന്നപ്പോൾ അതേ പേരിൽ ഉപയോഗിച്ച ലഹരിയുടെ ഘടന മാറിയിരിക്കുന്നു. ഇങ്ങനെ അനുദിനം ഘടനകൾ വരെ മാറ്റി രാസപരിണാമം വരുത്തിക്കൊണ്ടിരിക്കുന്ന, പുതിയ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടകരമായൊരു കാലഘട്ടത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ബോധം കെട്ട് താഴെ വീണപ്പോൾ അന്വേഷിച്ചപ്പോൾ ആ കുഞ്ഞ് ആരെയോ അറിയാത്ത ഒരുത്തൻ്റെ ഒരു മുട്ടായി വാങ്ങിച്ച് കഴിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ, ആ മുട്ടായി ലഹരിയായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഓർക്കുക. ആണും പെണ്ണും എല്ലാം തന്നെ ഈ രീതിയിലേക്ക് നശിച്ചുകൊണ്ടിരിക്കുന്നു, ഈ രീതിയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് എൻ്റെ അച്ഛനമ്മമാരുടെ സഹോദരങ്ങൾ എല്ലാവരും തന്നെ വീട്ടിൽ നിന്ന് പോകുന്ന കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ അവരെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുകയും അവരെ കൗൺസിലിംഗ് വിധേയരാക്കുകയും ഒക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കണം. കുഞ്ഞുങ്ങളെ കഴിയുന്നിടത്തോളം ബാലഗോകുലങ്ങളിലും ക്ഷേത്രവുമായും നമ്മുടെ സംസ്കാരവുമായും ബന്ധപ്പെടുത്തി നിർത്തണം. അവർ അത് പഠിക്കട്ടെ, ആ ധർമ്മം പഠിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ധർമ്മം പഠിക്കട്ടെ. മാതൃധർമ്മവും പിതൃധർമ്മവും പുത്രധർമ്മവും പുത്രീധർമ്മവും ഒക്കെ പഠിക്കട്ടെ. അത് പഠിച്ചിട്ട് ഈ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്ന,
ധർമ്മബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായി ക്ഷേത്രവുമായും സംസ്കാരവുമായും ബന്ധപ്പെടുത്തി കുഞ്ഞുങ്ങളെ വളർത്തണം. അതിനപ്പുറമുള്ള സംസ്കാരം, അതിനപ്പുറമുള്ള ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നമുക്ക് വേണ്ടാന്ന് വെക്കണം. എന്ന് പറഞ്ഞാൽ പ്രാകൃതനായി ജീവിക്കണമെന്നോ, പ്രാകൃതം എന്ന് പറയുന്ന വാക്കിന് പോലും അതിൻ്റെ അർത്ഥം പോലും പോസിറ്റീവായിട്ട് എടുത്താൽ നല്ലതാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ടതിനെയാണ് പ്രാകൃതം എന്ന് പറയുന്നത്. പക്ഷേ ആളുകൾ അത് നെഗറ്റീവായിട്ടാണ് പറയുന്നത്, അവൻ പ്രാകൃതനായിട്ട് നടക്കുന്നത്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ അങ്ങനെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഇത്രയും മൂല്യങ്ങളെ മുറുകെ പിടിച്ച ദേവാവതാരങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ബലരാമൻ അത് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്കി പറയും. അവിടെ പോയി യദുകുലമാകെ മദ്യത്തിലും ലഹരിയിലുമൊക്കെ അടിമപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നശിച്ച് തകർന്നു പോയി. അതിൻ്റെ ശാപവും അതിൻ്റെ കഥകളും എല്ലാം അറിയാം. യദുകുലം തകർന്നു പോയതിൻ്റെ കഥ എന്താണെന്നുള്ള കാര്യം വളരെ ചെറിയൊരു കാലം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കാഴ്ച കണ്ട് സങ്കടപ്പെട്ട് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി ധ്യാനിച്ച് അത് സമുദ്രം ലക്ഷ്യമാക്കി പോയി സമുദ്രത്തിലേക്ക് ചെന്ന് അങ്ങ് വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ എത്തുന്നതിന് മുമ്പ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മോക്ഷം, അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം. അതാണ്. അപ്പോൾ അവിടെ ബലരാമൻ്റെ കഥ തീരുന്നില്ല, പറഞ്ഞാൽ തീരാത്തതുപോലെ ഇനിയുമുണ്ട്. ഉപകഥകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ചെറിയൊരു കാലയളവിൽ കൃഷ്ണഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു ദേവാവതാരമായി വന്നിട്ടും ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഒരുപാടാണ്. അപ്പം രാമനോടൊപ്പം ലക്ഷ്മണൻ ഉണ്ടായിരുന്നതുപോലെ ഭഗവാനോടൊപ്പം വൈകുണ്ഠത്തിൽ നിന്ന് ഇവിടെ വന്ന് അവതാരം എടുത്തിട്ടും അനന്തമൂർത്തി കൂടെ ഉണ്ടായിരുന്നു. അതാണ് ബലരാമൻ. മൂല്യങ്ങളെ മുറുകെ പിടിച്ചിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഭഗവാൻ പറഞ്ഞു തന്ന ഭഗവത്ഗീത മാത്രമല്ല, ധർമ്മത്തിനും അധർമ്മത്തിനും തമ്മിലുള്ള യുദ്ധവും ധർമ്മം വിജയിക്കുന്ന കഥയും മാത്രമല്ല, അതിനുമപ്പുറം മൂല്യങ്ങളെ മുറുകെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമായി നമ്മൾ എടുക്കണം. അതിനുദാഹരണമാണ് ദേവാവതാരമായ ബലരാമൻ. മൂല്യങ്ങളെ മുറുകെ പിടിച്ച, മൂല്യങ്ങൾക്കപ്പുറം ഒന്നും ചെയ്യാതിരുന്ന, ഭഗവാനോട് പോലും പിണങ്ങി ശമന്തകമണിയുടെ തിരോധാനത്തിൽ പോലും സംശയം പൂണ്ട ബലരാമൻ അവിടെ മിഥിലയിൽ ചെന്നപ്പോൾ കൃഷ്ണനെ വിട്ടു പിരിഞ്ഞു നിന്നു. അവിടെ നിയോഗമുണ്ട് ദുര്യോധനനെ പഠിപ്പിക്കുന്ന കഥയും ഞാൻ പറഞ്ഞു വരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് ഓരോ ഇടത്തും നമ്മൾ നോക്കുമ്പോഴും കുരുക്ഷേത്ര യുദ്ധത്തിൽ പോലും പങ്കെടുക്കാതെ മാറി നിന്ന ദേവാവതാരം മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ മൂല്യങ്ങളാണ് നമ്മുടെ അടിസ്ഥാനം. സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളണം, അത് പഠിക്കണം, അനുദിനം പഠിക്കണം. എത്ര ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായാലും നമ്മൾ കണ്ടു 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നടക്കുന്ന സംഘർഷണം, ഇന്ന് നടക്കുന്ന ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടത്തുകയും ഭ്രൂണത്തെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും ചെയ്യുന്ന ഈ ലോകം ഈ നൂറ്റാണ്ടിലോ കഴിഞ്ഞ നൂറ്റാണ്ടിലോ കണ്ടെത്തിയെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഘർഷണം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ദേവകിയുടെ ഉദരത്തിൽ പിറന്ന ജന്മം കൊണ്ട ഭ്രൂണം പോയി രോഹിണിയുടെ വയറ്റിൽ വളർന്ന് പ്രസവിച്ച് ഇവിടെ അവതാരം ചെയ്യുന്നു. ഇത് ആലോചിച്ച് നോക്കുക. ഇതിനപ്പുറമുള്ള ശാസ്ത്രങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. ഉണ്ടോ? അപ്പോൾ ശാസ്ത്രങ്ങൾ പഠിക്കണ്ട എന്നല്ല പറയുന്നത്, ശാസ്ത്രങ്ങൾ പഠിക്കാം. ആധുനിക ശാസ്ത്രവുമായിട്ടും സയൻസുമായിട്ടും ടെക്നോളജിയുമായിട്ടും ചേർന്ന് തന്നെ ആസ്ട്രോഫിസിക്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് മുന്നേറുകയാണ്. നമ്മളൊന്ന് ഓർക്കണം, ഞാൻ പറഞ്ഞു 78 ഭ്രൂണം ഇവിടെ നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഉൽപ്പാദിപ്പിച്ചെങ്കിൽ ഇവിടെ ഒരു ഉപാധ്യായ എന്ന് പറയുന്ന ഒരു ഡോക്ടർ 76 ദിവസങ്ങൾക്ക് ശേഷം ഭാരതത്തിലും അതേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ പഠിക്കാൻ പണ്ടേ നമ്മൾ തൽപരരാണ്. പഠിച്ചേ മതിയാകൂ, പഠിക്കണം. മനസ്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ പഠനങ്ങളായാലും പ്രവൃത്തികളായാലും പ്രവർത്തനങ്ങളെ സാധൂകരിക്കുന്നത് മനസ്സാണ്, അല്ലേ? മനം കൃതം രാമ ന ശരീരകൃതം എന്നാ പറഞ്ഞു കൊടുത്തത് വസിഷ്ഠമുനി. ശരീരം ചെയ്യുന്നതല്ല, മനസ്സ് ചെയ്യുന്നതാണ് പ്രവൃത്തി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മുടെ മൂല്യങ്ങളെ മുറുകെ പിടിക്കണം, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് അറിയണം, നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. ആ ധർമ്മം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കുട്ടിയും സ്വന്തം പിതാവിന് നേർക്ക് ആയുധം എടുക്കില്ല, സ്വന്തം മാതാവിന് നേർക്ക് ആയുധം എടുക്കില്ല, ഒരു സാഹചര്യത്തിലും എടുക്കില്ല. അതുകൊണ്ട് ആ ധർമ്മമൂല്യമുള്ള പൗരന്മാരെ വളർത്തി ഈ രാഷ്ട്രത്തെ നമുക്ക് ധർമ്മബോധമുള്ള പൗരന്മാരുടെ രാഷ്ട്രമായി നിലനിർത്തണം.
ഇന്ന് തന്നെ ലോകം നമ്മളെ നോക്കി അത്ഭുതപ്പെടുകയാണ്. ഇന്ന് തന്നെ ലോകം പല കാര്യങ്ങൾക്കും നമ്മുടെ നേർക്ക് കൈകൾ നീട്ടുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഭാരതം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വളരാനുണ്ട്. വളർന്നാൽ അതിനെ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതിനെ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഈ ധർമ്മബോധം വളർത്തിയെടുക്കണം. അതുകൊണ്ട് അടുത്ത തലമുറയെ ബോധപൂർവം മനഃപൂർവ്വം നമ്മൾ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കണം. അതിന് ഏതെല്ലാം മാധ്യമങ്ങൾ ഉപയോഗിക്കാമോ ആ മാധ്യമങ്ങളിലൂടെ എല്ലാം പഠിപ്പിച്ച് ഇന്നത്തെ ലഹരിയും മയക്കുമരുന്നും അതുപോലുള്ള ദുഷ്ടവ്യാപനങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് ധർമ്മബോധമുള്ള മൂല്യബോധമുള്ള കുട്ടികളായി വളർത്താൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായി പരിശ്രമിക്കുക എന്ന് മാത്രം വളരെ വിനീതമായി ഭഗവാന്റെ നാമധേയത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുകയാണ്. ഹരി ഓം.